എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2176 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം വെബിനാറിലേക്ക് ബഹുമാനീയരായ എല്ലാ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വെബിനാർ ആരംഭിക്കാം. നന്ദി. ഇന്നത്തെ മലയാളം വെബിനാറിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഒരുപാട് തവണ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള ഡോക്ടർ TG മനോജ് കുമാർ തന്നെയാണ്. ഇന്നൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഡോക്ടർ നമ്മോടൊപ്പം എത്തുന്നത്. ഡോക്ടർ എഴുതിയ ഒരു കഥാസമാഹാരം, കഥയിലെ ഹോമിയോപ്പതി എന്നാണ് ഡോക്ടർ ഇന്നത്തെ വിഷയം പേരിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി ഈ ചെറുകഥയോടൊപ്പം അതിനകത്ത് ഹോമിയോപ്പതിയും കൂടെ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ എന്തായാലും ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. IFPHന് വേണ്ടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡോക്ടർ TG മനോജ് കുമാറിനെ ആദരപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, ക്ലാസ് തുടങ്ങും. പ്രധാനമായിട്ടും ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിന്റെ ഒരു പുസ്തക പരിചയം കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടറുടെ വാക്കുകളിൽ നിന്നും എന്താണ്. തീർച്ചയായും IFPHന്റെ ഒരു ആദരവിന് അർഹനായിരിക്കുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ TG മനോജ് കുമാർ. IFPHന്റെ പേരിൽ അങ്ങേക്ക് ആദരവ് ഞങ്ങൾ തരികയാണ്. പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്, വളരെ സന്തോഷമുള്ള കാര്യം. അങ്ങനെ പ്രിയപ്പെട്ട IFPHന്റെ കാഴ്ചക്കാരെ, കേൾവിക്കാരെ, ഇതൊരു അസാധാരണമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സ്വന്തം പുസ്തകം സ്വന്തം പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു വിഷമമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചോളം ഈ സ്വയം പറയുക എന്ന് പറഞ്ഞാലും സ്വയം പുസ്തകം വിൽക്കുക എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് വിഷമമുള്ള ഒരാളായിരുന്നു. അപ്പൊ എനിക്കറിയാം, ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്, അദ്ദേഹം എഴുതിയ പുസ്തകം അദ്ദേഹം തന്നെ കൊണ്ടുവന്ന് നടന്ന് വിൽക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് പലപ്പോഴും ഒരു പുസ്തക എഴുത്തുകാരൻ എന്ന രീതിയിൽ വലിയ നഷ്ടം വരുന്നത് എന്റെ പുസ്തകം വിറ്റ് തീരാത്തതുകൊണ്ടല്ല, പുസ്തകം വിറ്റ് പൈസ പഠിക്കാനുള്ള ശേഷി എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അപ്പോ ഇങ്ങനൊരു കാര്യം ധനേഷ് ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഒരു ചമ്മലോട് കൂടിയാണ്. നമ്മൾ പറഞ്ഞത് അവനവൻ ഡോക്ടർ എന്ന് വിളിക്കണമെന്ന് പറയുന്നത് അവനവനെ ഒരു എഴുത്തുകാരനെന്നോ കവിയെന്നോ കഥാകൃത്തെന്നോ എന്ന് വിളിക്കാത്തതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. അപ്പൊ ആ പുസ്തകത്തെ കുറിച്ചിട്ട് ഒന്ന് പറയാം എന്ന് പറയുമ്പോഴും എന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് എനിക്കറിയാം. കുറച്ചുപേരെങ്കിലും കേരളത്തില് എൻ്റെ ടോക്ക് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം വരുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവരിൽ പ്രതീക്ഷിക്കുന്ന ഒന്നും അല്ലാതെ ഞാൻ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പിന്നെ ആസ് എ ഡോക്ടർ നമ്മൾ ഒരു പുസ്തകത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇപ്പൊ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവിടെ എഴുതുന്നത് ഒരു ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തട്ടകമാണ്. തട്ടകം എന്നുള്ള വാക്ക് തന്നെയാണ്, കോവിലിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെയാണ് തട്ടകം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡിനെ കുറിച്ചിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ അനുഭവങ്ങൾ നമുക്കുണ്ട്. നമ്മള് ഒരു ഡോക്ടർ ആയതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പല എഴുത്തുകാരും എന്നോട് പറയാറുണ്ട്, അവർക്ക് റൈറ്റേഴ്സ് ബ്ലോക്കാണ്, കഥ വരുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, ആശയങ്ങളില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള ഓരോ ദിവസവും എഴുതാൻ പറ്റുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഓരോ ദിവസവും കഥകളുടെ കുത്തൊഴുക്കാണ്. കാരണം ഓരോരോ ജീവിതങ്ങൾ, നമ്മൾ ബെന്യാമിന്റെ ആടുജീവിതത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥയാണെന്ന് പറയും. അപ്പൊ ശരിക്കും ഓരോ പേഷ്യൻസ് വന്നിട്ട് പറയുന്ന വിഷമങ്ങൾ നമ്മൾ രോഗികളുടെ മുഖത്ത് നോക്കി അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില സങ്കടങ്ങളുടെ കെട്ടഴിക്കുന്നത് നമ്മുടെ ഒറ്റ ചോദ്യത്തിലൂടെയാണ്. ഈ ഒരു ചോദിക്കാനുള്ള ശേഷി ഇല്ലാത്തതാണ് മോഡേൺ മെഡിസിനിലെ ഏറ്റവും വലിയ പരാജയം എന്ന് ഞാൻ കാണാറുണ്ട്. അവർക്ക് റിസൾട്ട് കിട്ടുന്നത്, അവര് നോക്കുന്നത് ലാബ് റിപ്പോർട്ടും അവർക്ക് റിസൾട്ട് കിട്ടുന്ന ലാബ് റിപ്പോർട്ടിലും കൂടി ആണ്. പക്ഷെ അതല്ലല്ലോ വേണ്ടത്. ശരിക്കും രോഗം എന്ന് പറയുന്നത് രോഗി അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ശരിക്കും അങ്ങനെയാണല്ലോ നമ്മുടെ നിർവചനം. രോഗി അനുഭവിക്കുന്ന എന്താണോ അതാണ് രോഗം. നിങ്ങളുടെ മെഷീൻസ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു വേദന കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ രോഗിക്ക് വേദനയുണ്ട്. വി അഗ്രി, നമ്മൾ മാത്രം അത് സമ്മതിക്കുന്നു, വേദനയുണ്ട്. മറ്റൊരു മോഡേൺ മെഡിസിൻ എന്താ പറയുക, നിങ്ങൾ ആദ്യം വേറെ എന്തെങ്കിലും ഒരു മാനസിക രോഗ ആശുപത്രി എങ്ങനെ കാണിക്കും, നിങ്ങൾക്ക് ഒരു പ്രശ്നം, എല്ലാ സാധനം അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്നുള്ളതല്ലേ പറയാം. പക്ഷെ നമുക്കതല്ല. നമ്മൾ പലപ്പോഴും ഒരു ഇഗ്നീഷ്യ പേഷ്യന്റിനും പൾസറിലെ പേഷ്യന്റിനും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
ചിലപ്പോൾ ഒരു ചോദ്യം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാന്ന് സുരേഷ് ഗോപി പറയുന്നത്. ഒറ്റ ചോദ്യത്തിൽ പൊട്ടിപ്പോകുന്ന മനസ്സ്, ആ മനസ്സിനെ കണ്ടുപിടിക്കുന്നവരോട് നമ്മുടെ മെഡിസിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലോകമായിരുന്നു ശരിക്കും നമ്മളെ എഴുത്തുകാരനാവുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചു, പ്രത്യേകിച്ച് ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ചോളം. അപ്പൊ ഞാൻ ധാരാളം എന്ന് പറയാൻ പറ്റില്ല, 8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ 8 പുസ്തകങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ 3 ഹോമിയോപ്പതി പരിഭാഷയായിരുന്നു. ഒന്ന് ബോറിക്സ് മെട്രേമഡിക്ക, അപ്പൊ അലൻ സ്കിനോട്ട്. അതിനു മുമ്പ് ഏറ്റവും ആദ്യം ചെയ്തത് ബിഗിനേഴ്സ് ഗൈഡ് ടു ഹോമിയോപ്പതി എന്ന് പറഞ്ഞ TS അയ്യറിന്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് BJN ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ പരിഭാഷ ചെയ്തതായിരുന്നു. ബംഗാളിലൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന, നമ്മുടെ അലൻ സ്കിനോട്ട് പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുന്ന ഒരു പുസ്തകമാണ് ബിഗിനേഴ്സ് ഗൈഡ് ടു ഹോമിയോപ്പതി. പക്ഷെ കേരളത്തിൽ അത്ര സുപരിചിതമല്ല. അപ്പൊ അത് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് ആ പുസ്തകം പരിഭാഷ ചെയ്യാൻ പറഞ്ഞ്. ഒറ്റ കോപ്പി ഇല്ലാത്തതുകൊണ്ട് തീർന്നുപോയി. പക്ഷെ രണ്ടാമത് അവർ പ്രസിദ്ധീകരിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിൽ പൊതുവെ മലയാള പുസ്തകങ്ങൾ വായിക്കുന്ന എന്തോ മോശം കാര്യമാണ്, മലയാള ഹോമിയോപ്പതി പുസ്തകങ്ങൾ വായിക്കുന്നത് വ്യാജന്മാർ മാത്രം വായിക്കുന്നതാണ് എന്നൊരു ധാരണ വന്നുകൊണ്ട് BJN അത് രണ്ടാമത് പബ്ലിഷ് ചെയ്തതാണ്. രണ്ടാമത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ബോറിക്സ് മെട്രേമഡിക്ക, അത് ഇതുപോലെ തന്നെ ധാരാളം കുട്ടികൾ വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇറങ്ങിയ അലൻ സ്കിനോട്ടും. അപ്പൊ അങ്ങനെ 3 ഹോമിയോപ്പതി ട്രാൻസ്ലേഷൻ വർക്കുകളും. പിന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകം ഒരു കവിതാ സമാഹാരമാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് എഴുതിയ കവിതകളെല്ലാം കൂടി സമാഹരിച്ചുണ്ടാക്കിയ മുറിവുകൾ എന്ന് പറയുന്നതും, പിന്നെ അതിനുശേഷം ഒരു കവിതാ സമാഹാരം, അതിനുശേഷം പിന്നെ സ്വപ്നമാപിനി എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം. അങ്ങനെ 2 കവിതാ സമാഹാരങ്ങൾ. പിന്നെ ചെമ്പകത്താര എന്ന് പറയുന്ന ഒരു ബാലസാഹിത്യ കൃതി ഇറങ്ങിയിരുന്നു ഇതിന് മുമ്പുള്ള വർഷം. അതിനുശേഷം പിന്നെ ഇപ്പൊ ലാസ്റ്റാണ് എൻ്റെ പുതിയ ചെറുകഥാ സമാഹാരമായ ഗ്ലോറിഫൈഡ് ലൈസ് എന്ന് പറയുന്നത് ഒരു പുസ്തകം ഇറങ്ങിയത്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അത് കൂടാതെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏകദേശം 8 പുസ്തകങ്ങൾ എഴുതുകയും, പിന്നെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാവുന്ന പലർക്കും, ഇപ്പൊ ധനേഷ് സാറിനൊക്കെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന എൻ്റെ എഴുത്തിലൂടെയാണ്. അതിനു മുമ്പ് നമ്മുടെ ഈ IFPH ഒക്കെ തുടങ്ങുന്നതിന് എത്രയോ കാലം മുമ്പ് സാറിനൊക്കെ അറിയാവുന്ന ചില ലേഖനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ലേഖനങ്ങൾ ഡോക്ടറും എല്ലാവരും അങ്ങനെയാണ് നമ്മൾക്ക് പ്രധാനമായിട്ട് പരിചയപ്പെടുന്നത്. കേരളത്തിലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ ആള് ഞാനാണ് മലയാളത്തില് ഹോമിയോപ്പതിനെ സംബന്ധിച്ചുള്ള. ഹോമിയോപ്പതിനെ സംബന്ധിച്ചുള്ള നല്ല മെഡിക്കൽ സയൻസിൽ ഇപ്പൊ ഹോമിയോപ്പതി സബ്ജക്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഏകദേശം 250-ൽ-അധികം ലേഖനങ്ങൾ എൻ്റെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ലേഖനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഏതെങ്കിലും രീതിയിൽ വേറൊരു ലോകത്ത് വായിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഹോമിയോപ്പതി മെഡിസിനെ കുറിച്ചിട്ടും വിവിധ ചികിത്സകളെ കുറിച്ചിട്ടും ഒക്കെ ഒരു ധാരണ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ എഴുത്തുകാരനാണെന്ന് അറിയില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോ ഇന്ന് ഞാന് ഈ ഒരു പുസ്തകം, എൻ്റെ പുസ്തകത്തിന്റെ പേര് നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഗ്ലോറിഫൈഡ് ലൈസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഗ്ലോറിഫൈഡ് ലൈസ് എന്നാണ്. ഇതാണ് എൻ്റെ പുസ്തകത്തിന്റെ കവർ. അപ്പൊ ആ ഒരു പുസ്തകം, അതിനെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ ഞാനൊരു സ്ഥിര കഥാകൃത്തുകളൊന്നുമല്ല. ഞാൻ അധികം കവിതകളാണ് എഴുതാറുള്ളത്. എഴുതാന്ന് വെച്ചാൽ നമുക്ക് സമയം കുറവായിരിക്കും. അപ്പൊ ഞാൻ പറയാറുള്ള കാര്യം, 2 രോഗികൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പാണ് എൻ്റെ ഒരു കവിത എന്ന് പറയാറുള്ളത്. കാരണം ആ 8 വരി 10 വരിയുള്ള ചെറിയ കവിതകളാണ് എഴുതുക, ക്യാപ്സ്യൂൾ കവിതകളാണ് എഴുതാറുള്ളത്. മുമ്പിന്റെ 2 കവിതാ സമാഹാരങ്ങളും ക്യാപ്സ്യൂൾ കവിതാ സമാഹാരങ്ങളാണ്. പക്ഷെ ഈ കഥകൾ എഴുതുമ്പോൾ ഞാൻ നീണ്ട കവിതകൾ എഴുതാൻ തുടങ്ങിയത്, ഞാൻ ആകാശവാണിയിൽ ധാരാളം പ്രോഗ്രാംസ് നടത്താറുണ്ട്. അപ്പൊ ഈ കഥ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ 3 കഥയൊക്കെ അവതരിപ്പിച്ചാൽ മാത്രമേ ആകാശവാണിക്ക് 8 മിനിറ്റ് തികയുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ അത് ബുദ്ധിമുട്ടാണ്, അപ്പൊ ഡോക്ടർ കഥകൾ വിപുലീകരിക്കാൻ പറ്റുമോ എന്നുള്ള ആകാശവാണി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടും കൂടി ഞാൻ നീണ്ട കഥ എഴുതാൻ തുടങ്ങിയത്. ഇതിനകത്തുള്ള 17 കഥകളുണ്ട്. ഈ 17 കഥകൾ ഞാൻ ആകാശവാണിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കഥകളാണ്. അപ്പോ ഈ ഒരു പുസ്തകത്തിന്റെ പേര് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് ഓരോ കഥകളും പലപ്പോഴും ഹോമിയോപ്പതിനെ കുറിച്ചിട്ടും ഹോമിയോപ്പതി മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള കുറെ കഥകളുണ്ട്. ഹോമിയോപ്പതിയുടെ പേര് പറഞ്ഞിട്ടുള്ള 1-2 കഥകളുണ്ട്. പിന്നെ ഞാൻ കണ്ടെത്തുന്ന ചില പ്രത്യേക പേഴ്സണാലിറ്റികളുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവും ഒരു രോഗികൾ പ്രത്യേക സൈക്കോളജിക്കൽ ഒരു ട്രെയിൻഡ് ഉള്ള ഒരു രോഗികൾ, മാനസിക രോഗികൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ചില പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അവരൊക്കെ ഓരോ കഥാപാത്രങ്ങളാണ്. അവര് ഓരോ വീടുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. അവരുണ്ടാക്കുന്ന രോഗങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ.
പിന്നെ ചിലപ്പോൾ ചില കഥാപാത്രങ്ങൾ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. അപ്പൊ സ്വപ്നത്തിൽ കണ്ടത് കഥയും കവിതയൊക്കെ എഴുതുന്ന അങ്ങനെ ഒരു ശീലമുണ്ട്. പിന്നെ എനിക്ക് ധാരാളം വ്യത്യസ്തമായ കുറേ ആശയങ്ങൾ കിട്ടാറുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എൻ്റെ പിന്നെ എഴുത്ത് എന്താ പറയുക, എഴുതാനുള്ളൊരു പേരയും പെൻസിലും കട്ടിലിന്റെ അടിയിലും കൊണ്ട് സൂക്ഷിക്കുന്ന ചില മണ്ടത്തരങ്ങൾ എന്നല്ല, ചില ദുശീലങ്ങളോ ശീലങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഞാൻ. പിന്നെ ചില രോഗങ്ങളുടെ മുമ്പിലും ചില മാനസികാവസ്ഥകളുടെ മുമ്പിലൊക്കെ നമ്മൾ അമ്പരന്ന് നിൽക്കാറുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലൊക്കെ കണ്ട് ഇങ്ങനെ കൺവീഴ്ചു പോകാറുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ ജീവിത മെഡിക്കൽ ലൈഫിൽ, ഒരു ഡോക്ടർ എന്ന ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, അങ്ങനത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത കുറച്ച് കഥകളാണിത്. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു തട്ടകം, ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ കഥ എഴുതുമ്പോൾ ടീച്ചർ അതൊരു വലിയൊരു ലോകമാണ്. നമ്മുടെ ഡോക്ടേഴ്സിലുള്ള എഴുത്തുകാർ, ഇപ്പൊ ഏറ്റവും പോപ്പുലർ എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പൊ പുനത്തൽ കുഞ്ഞത്തിലാന്ന് വിചാരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് മരുന്ന് പോലുള്ള ചില വിഖ്യാതമായ കഥകളുണ്ട്. അപ്പോ പിന്നെ പക്ഷേ അദ്ദേഹത്തിന്റെ എല്ലാ കഥകളും മെഡിക്കൽ കഥകളല്ല. നമുക്ക് ഇഷ്ടംപോലെ വേറെ മേഖലകളുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മുടെ ലോകം എല്ലാവർക്കും സുപരിചിതമല്ല. ഒരു മെഡിക്കൽ ലോകം എന്ന് പറഞ്ഞ രോഗികൾ, ഡോക്ടർമാരുടെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറക്കമൊഴിച്ചലുകൾ, നമ്മുടെ പരിഭ്രമങ്ങളും നമ്മുടെ ടെൻഷനുകളും ഒന്നും പിന്നെ പൊതുജനങ്ങൾക്ക് അറിയില്ല. നമ്മള് രോഗികൾ മരിക്കണമെന്ന് ചിന്തിക്കാറുണ്ടോ? ഒരു ഡോക്ടർ രോഗി മരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഇല്ല എന്നാ പറയാൻ പറ്റുക. പക്ഷെ ഇവിടെ ഈ കൂടെയുള്ള ഇത് കേൾക്കുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടാവും, ആദ്യമായിട്ട് ഒരു ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേഷ്യന്റിനെ കാണാൻ പോയിട്ടുള്ള പല ഡോക്ടർമാരും ആ രോഗമയ്യത്ത് അവിടെ എന്ന് വിചാരിക്കുന്നുണ്ട്. പല ഡോക്ടർമാരും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ജൂനിയർ ആയിരിക്കുന്നു, ആദ്യമായിട്ട് പിന്നെ നാട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായിരിക്കും അടുത്ത വീട്ടിലെ ഏതെങ്കിലും അമ്മൂമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലും മരിച്ചോ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. നമ്മൾ പഠിച്ച കുന്തവും കുളവും എല്ലാം എടുത്തിട്ട് നമ്മൾ പോകും. അവിടെ പോയിട്ട് പിന്നെ ഇത് രോഗിക്ക് പൾസ് ഉണ്ടോ എന്ന് നോക്കുന്നു, പിന്നെ ഹാർട്ട് റേറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു, എല്ലാം നോക്കുന്നു, BP നോക്കുന്നു, ടോർച്ച് അടിച്ചു നോക്കുന്നു. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു സംശയമാണ്, പടച്ചോനെ ഈ രോഗി അഥവാ എഴുന്നേറ്റ് വന്നാൽ തീർന്നു കഥ. നമ്മളൊരു നാട്ടിൽ ഒരു ഡോക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുള്ളൂ. ഇവർക്ക് വേറെ ആരും കിട്ടാത്തതുകൊണ്ടാണ് നമ്മളെ വിളിച്ചിട്ട് പിന്നെ ഡെത്ത് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഏത് ഡോക്ടറായാലും അറിയാതെ ഈ രോഗി മരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടീഷൻസ് ആണത്. അപ്പൊ ഇതൊക്കെ നോക്കി, ഇത് മറ്റുള്ള ഒരാളോട് പറയാണ്ട് നമുക്ക് മാത്രം മനസ്സിലാവുന്ന ചില കഥകളാണ്. നമുക്കത് രോഗികളോട് പറയാൻ പറ്റും, അല്ലെ പൊതുജനങ്ങളോട് പറയാൻ പറ്റും. യഥാർത്ഥത്തിൽ അനുഭവിച്ചാൽ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊക്കെ മരിക്കുമ്പം എനിക്ക് അയാളെ ശവടക്കുന്നത് വരെ എനിക്ക് ആകെ ബേജാറായിരുന്നു. ഈ മനുഷ്യനെങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു, ഇവനിപ്പോ പഠിച്ചു വന്നു, ഇവനൊന്നും അറിയില്ല എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അതുപോലെ ഓരോ ഡോക്ടർമാരുടെ ലോകം വളരെ വ്യത്യസ്തമായിരിക്കും. ഞാന് പിന്നെ ഇതിനകത്ത് ഈ കഥയുടെ പേര് തന്നെ ഗ്ലോറിഫൈഡ് ലൈഫ് എന്നാണ്. അപ്പൊ ഈ ഗ്ലോറിഫൈഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു മലയാളീകരിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, പ്രകീർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മള് പുകഴ്ത്തപ്പെടുന്ന കള്ളങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ഇതിന്റെ അർത്ഥം സെർച്ച് ചെയ്യാറുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്. അത് എൻ്റെ ഒരു കഥ, ആ പേര് തന്നെയുള്ള ഒരു കഥയാണ്. ഇതൊക്കെ ചില കഥാപാത്രങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോ തോന്നുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. പിന്നെ അതിനകത്ത് ആ കഥ വന്നതിനെ കുറിച്ച് പറയാം, അതിനുമ്പ് ആ വേർഡിനെ കുറിച്ചിട്ട് മാത്രം പറയാം. ഈ ഗ്ലോറിഫൈഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വാഴ്ത്തപ്പെടുന്ന കുറേ കള്ളങ്ങളുണ്ട്. ആ വാഴ്ത്തപ്പെടുന്ന കള്ളങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തനായിരിക്കും, പക്ഷെ എഴുതി കഴിഞ്ഞാൽ കഥകളായി മാറുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രശസ്തരായ എഴുത്തുകാർ, ഇപ്പൊ MD വാസുദേവൻ നായർ എഴുതിയ വിഖ്യാതമായ ഏത് കഥയെങ്കിലും ആ കഥ യഥാർത്ഥത്തിൽ നടന്നതാണോ? അല്ലല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കള്ളയല്ല ഇത്, ഇങ്ങനെ നടന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കുകയല്ലേ ചെയ്തത്. പക്ഷെ ആ കഥയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് വിശ്വസാഹിത്യ പുരസ്കാരങ്ങൾ വരെ നമുക്ക് കിട്ടുന്നത്. അപ്പോ ഇവർ കള്ളത്തരം പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് ആ കള്ളത്തരത്തിനാണ് വലിയ അവാർഡുകൾ വരെ കിട്ടുന്നത്. അപ്പൊ വാഴ്ത്തപ്പെടുന്ന കള്ളങ്ങൾ, അതേസമയം ഞാൻ പറയുകയാണെന്ന് വിചാരിക്കുക, ഞാനൊരു കള്ളത്തരമാണെന്ന്, ഈ ഒരു കഥ, ഈ ഒരു കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസോ എനിക്കെതിരെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. പക്ഷെ ആ ഒരു കള്ളം എഴുതി കഴിഞ്ഞാൽ അത് കള്ളമല്ലാതെയാവുകയും അത് കഥയായി മാറുകയോ നോവലായിട്ട് മാറുകയോ ചെയ്യപ്പെടും. അതിൽ തന്നെ വളരെ തന്ത്രപൂർവ്വം കള്ളത്തരം അറിയാവുന്നവൻ ഏറ്റവും മിടുക്കരായ എഴുത്തുകാരനായിട്ട് വാഴ്ത്തപ്പെടുകയും ചെയ്യും എന്നതാണ് അതിനകത്തെ ആ ഗ്ലോറിഫൈഡ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന് അർത്ഥമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതേ പേരിലൊരു കഥ ഇതിനകത്തുണ്ട്. ആ കഥ വന്നത് ഇതുപോലെ തന്നെ ഒരു കുട്ടീനെ എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് കൊണ്ടുവന്നതാണ്. എൻ്റെ അമ്മ പിന്നെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നതാണ്.
അപ്പൊ ആ ചികിത്സയ്ക്ക് ഒന്ന് ഇത് തന്നെയാണ് പ്രശ്നം. ഇപ്പൊ കുട്ടി കള്ളത്തരം പറയുന്നു. അപ്പൊ ഈ കള്ളത്തരം പറയുന്ന ആ കുട്ടി പിന്നെ ഞാൻ ചോദിച്ചു ഏത് രീതിയിലുള്ള കള്ളത്തരങ്ങളാണ്? വലിയ വലിയ ആർക്കും ഭയങ്കര നല്ല മിടുക്കനായ കുട്ടി, നല്ല പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഈ അതിന്റെ രക്ഷിതാക്കൾ അച്ഛനും അമ്മയും ടീച്ചറാണ്. അപ്പൊ ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻ പറയുന്ന കള്ളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീകരമായ കള്ളത്തങ്ങളാണ്. അപ്പൊ ഇവനെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ ഇവൻ പറയുന്ന കുറെ കള്ളങ്ങൾ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവന് പിന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. അവന്റെ പിന്നെ അവനെ വണ്ടി തടഞ്ഞു നിർത്തി, അവനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി അവന്റെ അടുത്തുനിന്ന് വണ്ടി നിർത്തി. എന്നിട്ട് ഇവനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കി. എന്നിട്ട് പിന്നെ എന്നെ പിടിക്കാണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ എന്റെ ചോറ്റുപാത്രം അവരെന്റെ അടുത്ത് തട്ടിപ്പറിച്ചു. എന്നിട്ട് എന്റെ ചോറ്റുപാത്രം കൊണ്ട് പോയി നിന്നു. ഒരു കാറിൽ വന്നിട്ട് ആള് കുട്ടിനെ പിടിക്കാൻ വന്നിട്ട് കുട്ടിനെ പിടിക്കാണ്ട് ചോറ്റുപാത്രത്തിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് കള്ളത്തരാണ്. അപ്പോ അമ്മ ചോദിച്ചു, സ്കൂളിലെ ടീച്ചറല്ലേ, ടീച്ചർ ചോദിച്ചു എടാ കള്ളത്തരം പറയുന്നത് ഹെഡ് മാസ്റ്റർ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് നീ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തോ? ആ നോട്ട് ചെയ്തു സാർ. ഉടനെ നോട്ട്ബുക്കിൽ നിന്ന് വണ്ടിന്റെ നമ്പറും അടക്കം കൊടുക്കുകയാണ്. അപ്പൊ ഇവന് കൃത്യമായിട്ട് സാഹചര്യ തെളിവുകൾ ഉണ്ടാക്കുക. പക്ഷെ അന്ന് തന്നെ അമ്മ ഉച്ചയ്ക്ക് അവിടെ അടുത്തുള്ള സ്കൂളിലാണ്, അല്ല വീട് അവിടെ അടുത്താണ്. അമ്മാനെ പോകുന്ന വഴിക്ക് ഒരു പിച്ചക്കാരൻ വഴിയിലിരുന്ന് ഇവന്റെ ടിഫിൻ ബോക്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് ആലോചിച്ച് നോക്കി. ആ കുട്ടിക്ക് വേണമെങ്കിൽ പിച്ചക്കാരന് കൊടുത്തു എന്ന് പറയാം. പക്ഷെ അവൻ പറയുന്നതിന് പകരം ഒരു കള്ളത്തരം പറയുകയും അതിന് കൃത്യമായ സപ്പോർട്ടിങ് കള്ളത്തരം പറയുകയും ചെയ്യും. അപ്പൊ ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം സത്യത്തില് ആൾക്ക് ഉപദ്രവം ചെയ്യുന്ന കള്ളങ്ങളല്ല. അപ്പൊ ഞാൻ ഈ കൗൺസിലിംഗ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇത് എങ്ങനെ. നമുക്ക് മെഡിസിൻസ് ഉണ്ട്. മെഡിസിൻസിന് മുമ്പ്, ഈ മെഡിസിൻ മാനേജ്മെന്റിന് മുമ്പ് ഈ അമ്മേനെ, ഈ കുട്ടി എന്തോ ഭീകര കള്ളനാണ്, ഇവൻ വളർന്നു വന്ന് പെരുങ്കള്ളനാകും എന്നുള്ളതാണ് ഈ അമ്മയുടെ ഒരു ആശങ്ക. അപ്പൊ ഇങ്ങനെ കള്ളത്തരം പറയുന്ന കുട്ടി ഇവൻ കള്ളത്തരാണ് പറയുന്നത്, എല്ലാവരും ചിരിക്കുകയാണ് ഇവരിങ്ങനെയുള്ള കള്ളത്തരാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. കാരണം ആ ചെറുക്കന് ഒരു മോശം കള്ളത്തരം, ഒരാൾക്ക് ഉപദ്രവം പറ്റുന്ന കള്ളത്തരങ്ങളോ ഒന്നും ഇവൻ പറയുന്നില്ല. ഇവനെ കുറിച്ച് പഠിക്കും, ഇവന് വലിയ ബോംബ് ഭീഷണിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുക, നമുക്ക് അതൊക്കെയാണ് ഇവരുടെയൊക്കെ പേടി. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. ഇവനിങ്ങനെ വളരെ നല്ല കള്ളത്തരങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ കള്ളത്തരം പറയുന്ന കുട്ടീനെ ഞാൻ ഉപദേശിച്ച് ഈ കുട്ടി കള്ളത്തരം പറയുന്നത് വലിയ തെറ്റൊന്നുമില്ല. കാരണം കള്ളത്തരം പറയണ്ട എന്നൊന്നുമില്ല എന്ന് ഞാൻ കഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കള്ളത്തരം പറയുന്ന അത്ര മോശം കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കള്ളത്തരം പറഞ്ഞെങ്കിൽ നല്ലോണം ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് പറ്റില്ല. ജയിക്കാൻ വളരെ എളുപ്പമാണ്. തോറ്റു കഴിഞ്ഞാൽ അതിന്റെ തോറ്റതിന്റെ കാരണങ്ങൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ജയിച്ചവന് ഒരു കാരണവുമില്ല. ഞാൻ ജയിച്ചു, പരീക്ഷ എഴുതി, അല്ലെങ്കിൽ എന്ത് കഴിച്ചു, ഞാൻ വിജയിച്ചു. പക്ഷെ തോറ്റവന് ഇഷ്ടംപോലെ കാരണങ്ങൾ പറയാനുണ്ടോ. ഇതുപോലെ തന്നെയാണ് ഒരു കള്ളത്തരം പറയുന്നത്. സത്യം പറയാൻ വളരെ എളുപ്പമാണ്. സത്യം പറഞ്ഞ് തീർന്നു, സ്ട്രേറ്റ് ഫോർവേഡ്, കഥ തീർന്നു. പക്ഷെ ഒരു കള്ളത്തരം പറയുകയാണെങ്കിൽ അതിന് എന്തെല്ലാം ബാക്ക് സപ്പോർട്ട് വേണം. ആ ബാക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രമല്ല, ഈ ബാക്ക് സപ്പോർട്ട് ഒന്നും മറന്നും പോകാൻ പാടില്ല. എവിടെയെങ്കിലും ഒരു പാളം തെറ്റിക്കഴിഞ്ഞാൽ ചീട്ടുകൊട്ടാരം പോലെ ഇവന്റെ കള്ളക്കൊട്ടാരങ്ങളെല്ലാം താഴെ വീഴും. അപ്പൊ ഇവനെല്ലാം വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടീനെ എനിക്ക് പരിചയപ്പെട്ടിരുന്നു. അപ്പൊ ആ കുട്ടിയെ യഥാർത്ഥത്തിൽ സംഭവിച്ച കഥ തന്നെയാണ്. ആ കുട്ടി ഞാൻ അവരുടെ രക്ഷിതാക്കളെ കൺവിൻസ് ചെയ്തു. എന്നിട്ട് ഇവനെ ഞാൻ മെഡിസിൻ കൊടുത്തു. നമ്മുടെ മെഡിസിൻസ് ആണ്, നിങ്ങൾക്ക് അറിയാമോ, ഞാൻ അവിടെ വെന്യൂ മുതലാണ് ഞാൻ ഹോമിയോപ്പതി കുറേശ്ശെ പറയാൻ തുടങ്ങുന്നത് പറയുന്നത്. ആ കുട്ടിക്ക് കൊടുക്കുന്ന മെഡിസിൻ ഏതാണ്ട് ടെല്ലിങ് ലൈസ്, കള്ളത്തരം പറയുന്ന, നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും കുട്ടികളെ. അപ്പോൾ ആ കള്ളത്തരം ഉള്ളതിന് മെഡിസിൻസ് നമ്മുടെ റെപ്പർട്ടറിയിലുണ്ട്. അത് ഓപ്പിയം, അതുപോലെ മോർഫിനം, അതുപോലെ നമ്മുടെ സൾഫർ കാൽക്കരി ലൈക്കോപോഡിയം, ഇവയൊക്കെയാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻ ഓപ്പിയവും, ഓപ്പിയത്തിൽ എടുക്കുന്ന ഒരാൾക്കളോടാണ് നിങ്ങൾക്ക് മോർഫിൻ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇവ രണ്ടാണ് ഏറ്റവും നല്ല കള്ളത്തരം പറയുന്ന മെഡിസിൻ. അപ്പൊ ഈ കുട്ടിക്ക് ഈ മെഡിസിൻ കൊടുക്കുകയും എലോങ് വിത്ത് ഈ കള്ളത്തരം പറയുന്നത് വലിയ മഹാപരാധമല്ലായിരുന്നു. ആ കള്ളത്തരത്തിനകത്ത് അതിനകത്തുള്ള പോസിറ്റീവ്സ്, ഈ കള്ളത്തരങ്ങളെ മനുഷ്യ ഉപദ്രവമില്ലാത്ത കള്ളത്തരങ്ങൾ പറയാമെന്നും, പക്ഷെ ഓരോ കള്ളത്തരങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ആർക്കെങ്കിലും ദോഷം വരുന്നുണ്ടോ എന്ന് ബോധ്യപ്പെടണമെന്നും, ഈ കള്ളത്തരം എഴുതുന്നവര്, ഞാൻ അന്ന് ആ കുഞ്ഞിനോട് പറഞ്ഞ ഒരാശയമാണിത്. സത്യത്തിലെ എഴുത്തുകാരെല്ലാം വലിയ കള്ളത്തരം പറയുന്നവരാണല്ലോ എന്ന് പെട്ടെന്ന് ബൾബ് എത്തിയ പോലെ എന്റെ തലയിൽ തെളിഞ്ഞ ഒരു ആശയമാണ് ഞാൻ ആ കുട്ടിയോട് പറയുകയും. സംഭവം എന്താണെന്ന് വെച്ചാല്, ആ കുട്ടി അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും നല്ല, അവരുടെ അമേരിക്കൻ ഗവൺമെന്റിന്റെ ഏതോ വലിയ അവാർഡൊക്കെ കിട്ടിയ ചിത്രങ്ങൾ ഇറക്കിയ ഒരു ചലച്ചിത്രകാരനായിട്ട് മാറിയിരിക്കുകയാണ്. ഇതേ കള്ളത്തരം തന്നെ അവൻ സിനിമയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഈ സംഭവത്തെ വളരെ നാടകീയമായിട്ട് ഞാൻ ഒരു ഡോക്ടർ എടുത്തു വരുന്ന ഒരു കുട്ടീന്റെ രൂപത്തിലാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ പറയുന്നത്
നമ്മൾ ആ കുട്ടീനെ ഉപദേശിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയേണ്ടത് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ അടുത്ത് വരുമ്പോൾ പേഷ്യന്റ് പറയുന്നതിനെ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമാവുക എന്നുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, പല ഡോക്ടർമാരെ കണ്ടിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. പല ഡോക്ടർമാരെ അവർ ഉപേക്ഷിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇവർ പറയുന്നതിനെ ഡോക്ടർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ പരിഹാസത്തോടു കൂടി എടുക്കുന്നതാണ്. പക്ഷെ നമ്മളതല്ല, 100% ആ കുട്ടി പിന്നെ അവന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് അവൻ ചെയ്യുന്നത്. എല്യൂഷൻ ഡെല്യൂഷൻ ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഹാലുസിനേഷൻസ് ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവർ പറയുന്നത് കൃത്യമായിട്ട് അവരുടെ അടുത്ത് സംബന്ധിച്ച് നിങ്ങൾ കാണുന്നതാണ് നിങ്ങൾ പറയുന്നത്. അവർ പറയാറുണ്ട്, ഞാൻ അവിടെ ഒരു പാമ്പിനെ കാണുന്നു സാർ, കറുത്ത രൂപം കാണുന്നു, അതിങ്ങനെ മാഞ്ഞു പോകുന്നു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇതെല്ലാം കേട്ടിരിക്കുന്നു. ഓഹോ, എന്നിട്ട് അത് എന്ത് ചെയ്തു, എല്ലാം വളരെ കൃത്യമായിട്ട് വെക്കുന്നു. അതിനുമുമ്പ് ഓരോരുത്തരും ഇവന് ആദ്യം അത് കേൾക്കുമ്പോൾ മുതൽ കളിയാക്കുന്ന ആൾക്കാരൊക്കെ അപേക്ഷിച്ച് ഞാനത് വളരെ ഭംഗിയായിട്ട് കേട്ടിരിക്കും. അവർ വിശ്വസിക്കുന്നത് 100% ഡോക്ടർ അതിലും വലിയ ഭ്രാന്തനാണ് എന്നൊരു ധാരണ വരുത്തി കഴിഞ്ഞാൽ കുട്ടികൾ ആ പേഷ്യന്റുമായിട്ടുള്ള നമുക്കൊരു റാപ്പായി. എന്നാൽ പിന്നീടുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ പറയും. ആ തുറന്നു പറയുന്ന സമയത്ത് നമ്മൾ തന്ത്രപൂർവ്വം അതിനകത്ത് ശാസ്ത്രം പ്രയോഗിച്ചിട്ടാണ് ഇവരിൽ നിന്ന് ഈ മാനസിക ചിന്തയിലെ അവരുടെ ആ ചിന്തേനെ പുറത്താക്കി പ്ലസ് നമ്മുടെ മെഡിസിൻസ് കൊടുക്കുക. ഇതുപോലെ സബോർഡിനേറ്റ്സ്, നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കുക. ഇത് ചില കണ്ടീഷൻസ് ഇങ്ങനെയാണ് അവർ കാണുന്നതാണ് അവർ പറയുന്നത്, അല്ലാണ്ട് നിങ്ങളോട് കള്ളത്തരം പറയുന്നില്ല. അവരുടെ കാഴ്ചകൾ ഇല്ലാതെയാക്കാൻ പറ്റണം എന്നുള്ളതാണ്. കാഴ്ചകൾ ഇല്ലാതെയാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കള്ളത്തരം പറയുന്നതിന് മരുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിനകത്ത് ഒരു മരുന്ന്, ഈ ഓപ്പിയം ക്ലെപ്റ്റോമാനിയ എനിക്ക് മുമ്പ് ഇതുപോലെ കേസ് വന്നിട്ടുണ്ട്. ക്ലെപ്റ്റോമാനിയക്ക് നല്ലൊരു മെഡിസിനകത്ത് ഒന്ന് ഇതേ ഓപ്പിയം തന്നെയാണ്, പിന്നെ ഒന്ന് ബെലഡോണിൻ ഒക്കെയാണ് പ്രധാനപ്പെട്ട മരുന്ന് വരിക. അതങ്ങനെയാണ് ക്ലെപ്റ്റോമാനിയക്ക് എന്ന് പറയുന്ന റൂബ്രിക് ഉണ്ട്. അപ്പൊ അതിനകത്ത് കള്ളത്തരം ചെയ്യുന്നത് പല രീതിയിൽ. ക്ലെപ്റ്റോമാനിയ നിങ്ങൾക്ക് അറിയാലോ, എന്ന് വെച്ചാൽ ഇറസ്റ്റിബിൾ ടെൻഡൻസി ടു സ്റ്റീൽ, ഒരാവശ്യമില്ലാതെ എടുക്കുന്നതാണ്. അതിനകത്ത് ഏറ്റവും നല്ല മെഡിസിൻ ആബ്സിന്തിനം എന്ന് പറയുന്ന സാധനം, ആബ്സിന്തിയം, ABSINTHUM, ആബ്സിന്തിയമാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. ആബ്സിന്തിയം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത് ഒന്ന് ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റിനകത്ത് ഈ ഒരു സാധനത്തിനകത്തും എന്ന് വെച്ചാൽ ഈ ക്ലെപ്റ്റോമാനിയയ്ക്കും. ക്ലെപ്റ്റോമാനിയ പക്ഷെ എപ്പോഴും കിട്ടുന്ന കേസുകളല്ല. പിന്നെ ഉപയോഗിക്കുന്നത് ഏറ്റവും മഷ്റൂം പോയിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും ഫേവറേറ്റ് മെഡിസിൻ ഈ ആബ്സിന്തിയം ആയിരിക്കും. പിന്നെ ആബ്സിന്തിയം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൺവൽഷനകത്ത് ഫിറ്റ്സിനകത്ത് നമ്മൾ പെട്ടെന്ന് ഫിറ്റ്സ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്ന് വെച്ചാൽ ഇന്റർ കറന്റ് ആയിട്ട് നമുക്ക് 30 പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്ത് നിർത്താൻ പറ്റും. കാരണം പലപ്പോഴും നമ്മൾ അലോപ്പതി മെഡിസിൻ നമുക്ക് നിർത്തണമെങ്കിൽ നമുക്ക് വലിയ വിഷമമാണ്, പകരം നമ്മൾ എന്ത് എന്നുള്ളൊരു ചോദ്യം വരും. അങ്ങനെയുള്ള കണ്ടീഷനകത്ത് നമുക്ക് ധൈര്യപൂർവ്വം കൊടുത്തുകൊണ്ട് ഫിറ്റ്സിന്റെ എണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് ഈ ആബ്സിന്തിയം എന്നുള്ളത്. ആബ്സിന്തിയം വായിക്കുമ്പോൾ ബോറിക്കിനകത്ത് വായിക്കുന്നതിനേക്കാളും നല്ലത് റഡാർ റെപ്പർട്ടറിയിലൊക്കെ റഡാറിന്റെ മെറ്റീരിയൽ മേടിക്കുന്നുണ്ട്. ആ റഡാർ മെറ്റീരിയൽ മേടിക്കൽ കൃത്യമായിട്ട് ആബ്സിന്തിയത്തിന്റെ ഇൻഡിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആബ്സിന്തിയം എ പെർഫെക്റ്റ് പിക്ചർ ഓഫ് എപ്പിലെപ്റ്റികം സീഷർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഡ്രഗ് എന്നാണ്. നോക്കൂ, എപ്പിലെപ്റ്റിക് സീഷറിന്റെ ടിപ്പിക്കൽ പ്രസന്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ആബ്സിന്തിയം എന്നുള്ള മെഡിസിൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടിപ്പിക്കൽ ഈവൻ പത്തോളജി ഉള്ള എപ്പിലെപ്സി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൈൻഡ്ലി കൊടുക്കാറുള്ളൂ. എല്ലാം വിത്ത് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കും, പക്ഷെ ഇന്റർകറന്റ് ആയിട്ട് നമുക്ക് 3 നേരം എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആബ്സിന്തിയം. അതുപോലെ ഈ പോയിസണിങ് ബൈ മഷ്റൂംസ് ബ്ലൈൻഡ്ലി അങ്ങനെയുള്ള കേസ് അറിയാലോ. മഷ്റൂം പോയിസണിങ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ അപ്പീലൊന്നുമില്ല, കൃത്യമായിട്ട് മെഡിസിൻ കൊടുത്തില്ലെങ്കിൽ ആള് തട്ടിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള ഹോമിയോപ്പതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് ആബ്സിന്തിയം. നമുക്ക് അധികം വലിയ വയറിളക്കം ഛർദിയൊക്കെ ആയിട്ട് വരുന്ന കേസിനകത്താണ് ഈ മഷ്റൂം, അല്ലാണ്ട് ഭയങ്കര പോയിസണസ് മഷ്റൂംസ് ഒന്നും സാധാരണ ആൾക്കാർ കഴിച്ചിട്ട് വരാറില്ല. അപ്പോൾ അതിനകത്ത് മഷ്റൂംസ് ആബ്സിന്തിയം ഉപയോഗിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ക്ലെപ്റ്റോമാനിയയ്ക്കാണ്. അപ്പൊ അതുപോലെ കുട്ടികളുടെ ഉറക്കമില്ലായ്മയ്ക്ക് കേട്ടോ, സ്ലീപ്ലെസ്നെസ് ഓഫ് ചിൽഡ്രൻ, അതിനകത്ത് പറയുന്ന ആബ്സിന്തിയം 1 ഡോസ് കൊടുത്തിട്ട് കിടന്നുറങ്ങാനാ പറയാം. സാധാരണ നമ്മൾ ഉറക്കമില്ലായ്മ വരില്ലോ, അപ്പൊ ഉറക്കമില്ലായ്മ വരുമ്പോൾ അത് വലിയ അഡൾട്ടിനും പറ്റുന്ന ഒരു കാര്യമാണ്. സിംഗിൾ ഡോസ് ആബ്സിന്തിയം കൊടുത്തിട്ട് കിടന്ന് ഉറങ്ങാനാണ് പറയാറ്. അപ്പൊ ഇതിനൊക്കെ പറ്റിയ ഒരു മെഡിസിനാണ്. അപ്പൊ ക്ലെപ്റ്റോമാനിയയ്ക്ക് കൊടുക്കുന്ന മെഡിസിൻസും ഇതുപോലെ തന്നെ നമുക്ക് അതൊരു കള്ളത്തരങ്ങൾ ചെയ്യുകയാണല്ലോ എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് പറ്റും.
അപ്പൊ ഇതിനകത്ത് ഈ കള്ളത്തരങ്ങള് ഇങ്ങനെയുള്ള ഈ കുട്ടികൾ പറയുന്നൊക്കെ ഒരു മഹാകാര്യമായിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനെ ആ കള്ളത്തരം കൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ വരെ അപ്പൊ എനിക്ക് ഈ പ്രശ്നം ഉള്ള പേഷ്യൻസ് നെഗറ്റീവ് കള്ളത്തരങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോസിറ്റീവ് കള്ളത്തരങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ പോസിറ്റീവ് കള്ളത്തരങ്ങൾ ചെയ്യുന്നത് വലിയ പ്രശ്നമല്ല. അവരെ നമുക്ക് നല്ലോണം ട്രാക്ക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് അവരെ വലിയ എഴുത്തുകാരോ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലോട്ട് അതിന് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയം നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ നാട്ടില് ഒരു ശബരിമലയ്ക്ക് പോകുന്ന ഒരു സ്വാമികള് എല്ലാ കൊല്ലം കൃത്യമായിട്ട് ശബരിമലയ്ക്ക് പോകും. പക്ഷെ പോകുന്ന വഴിക്കുന്ന വെച്ചാല് അയാളുടെ ഈ മോഷണശീലം എന്ന് പറഞ്ഞാൽ ഒരാവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. ഈ പമ്പ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വഴി സൈഡില് കഞ്ഞി ഇങ്ങനെ ധാരാളം എല്ലായിടത്തും നിർത്തിയിട്ടിട്ട് കഞ്ഞി കൊടുക്കലായിരിക്കും. ഇയാൾ മോഷ്ടിക്കുന്നതിൽ ഒന്ന് പ്ലേറ്റ് ആണ്. എവിടെ എങ്ങനെ ശബരിമലയ്ക്ക് പോയതിന് പുള്ളി 2-3 പ്ലേറ്റ് തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ അവൻ എന്ത് കാര്യത്തിനാണ് വീട്ടിൽ പ്ലേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, പക്ഷെ ഇയാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് പൊക്കുക എന്നുള്ളതാണ് പുള്ളിന്റെ ഒരു നയം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പൊ നാണം കെട്ട് പോകും സാറേ അച്ഛനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ പറയും. എങ്ങനെ തിരിഞ്ഞു പറഞ്ഞാൽ അച്ഛൻ്റെ പ്ലേറ്റ് ഉണ്ടാവും. ബാക്കി എല്ലാവരും കഴിയുന്നതിനിടയ്ക്ക് പുള്ളി പ്ലേറ്റ് പൊക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെയുള്ള ചില ഈ മരുന്ന് കൊടുത്തിട്ട് നമുക്ക് മാറ്റേണ്ടി വരാറുണ്ട്. ഈ നമുക്ക് ചില മെഡിസിൻസേ ഞാനത് ഇനി ഒരു ഘട്ടത്തിൽ പറയാം. അതിനകത്ത് മറ്റൊരു കഥ എന്തായിരുന്നു വെച്ചാല് പിന്നെ അതിന്റെ തുടക്കത്തിലെ കഥയുടെ പേര് അൻപ് എന്നാണ്. അൻപ് എന്നുള്ളത് ഒരു ഇപ്പോഴത്തെ പുതിയ ന്യൂ ജനറേഷൻ കഥയാണ്. ന്യൂ ജനറേഷൻ കഥ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, വിർച്വൽ കിഡ്സുകളും നമ്മളൊക്കെ മൊബൈലൊക്കെ നല്ല ഡിസ്പ്ലേ വന്നതിന് ശേഷം വിർച്വൽ പൂച്ചക്കുഞ്ഞുങ്ങളെ പലരും വളർത്തിയിട്ടുണ്ടാവും. നമ്മുടെ മക്കളൊക്കെ വളർത്തുന്നുണ്ടോ? ഈ എതിരാതൊരു പൂച്ചയുണ്ടാവും, പൂച്ചക്കുഞ്ഞാവും, പൂച്ചക്കുഞ്ഞിങ്ങനെ വളർന്ന് വരും, പൂച്ചക്കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മ്യാവെന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കും, അതിനിടയ്ക്ക് നമ്മൾ തീറ്റ കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ. അപ്പോ ഒരു വിർച്വൽ കിഡിന്റെ കഥ ആയിരുന്നു ഇതിനകത്ത് അൻപ് എന്ന് പറയുന്ന എന്റെ ആദ്യത്തെ കഥ. അപ്പൊ ആ കഥയില് ഹോമിയോപ്പത്തിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ടീച്ചർക്ക് രണ്ട് ഭാര്യയും ഭർത്താക്കന്മാർക്ക് അവർക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പൊ കുട്ടികളില്ലാതെ ഇവര് ഡിപ്രഷൻ അടിക്കുന്ന അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ പറയുന്ന ഒരു സജഷനാണ്, ഒരു വിർച്വൽ കിഡിനെ വളർത്ത്, കുഴപ്പമില്ല, രസമാണ്, നമുക്ക് വേറെ ബേർഡൻസ് ഒന്നുമില്ല. അപ്പൊ ഒരു കുഞ്ഞിനെ ഇതുപോലെ ഒരു എംബ്രിയോ ആയിട്ട് ആ വിർച്വൽ കിഡിനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയും അച്ഛനും രണ്ട് പാരന്റ്സിന്റെയും ഹാഫ് തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് ഒരു കുട്ടീനെ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ കുട്ടി വളരുന്നു. ആ കുട്ടീനെ ഒരു പർട്ടിക്കുലർ പ്രായം എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവര് ആ കുട്ടികളുടെ ലോകത്ത്, അങ്ങനെ ആ വിർച്വൽ ചൈൽഡിന്റെ ഒരു ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇനിയും കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജനനിയില്, ഹോമിയോപ്പതി വകുപ്പിന്റെ ജനനി എന്ന സെന്ററിൽ പോകുന്നതായിട്ടും, അത് കണ്ണൂർ ജനനിയിൽ നമുക്കറിയാവുന്ന എന്റെ സീനിയറും കൂടിയായ ശ്രീവിദ്യ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് തന്നെയാണ് കഥയിൽ. ഞാൻ ശ്രീവിദ്യ ഡോക്ടർക്ക് അത് കാണിച്ചു കൊടുക്കുക. കാരണം ടീച്ചറുടെ മാഡത്തിന്റെ പേര് ലോകം ഉള്ളിടത്തോളം കാലം, എന്റെ പുസ്തകം ഉള്ളിടത്തോളം കാലം അവിടെ ഇരിക്കട്ടെ, ഇങ്ങനെ ഒരു ജനനി ഉണ്ടെന്നും ആ ജനനി ഉണ്ടായിരുന്നെന്നും അവിടെ ഒരു ശ്രീവിദ്യ ഡോക്ടർ ഉണ്ടായിരുന്നെന്നും നമുക്ക് അങ്ങനെയല്ലേ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ ആ ഒരു കഥാപാത്രം എന്നിട്ട് ലാസ്റ്റ് ഇവർക്ക് കുട്ടികളുണ്ടായി. അപ്പൊ അതിനകത്ത് ഹോമിയോപ്പതിന്റെ ആ ശ്രീവിദ്യ ഡോക്ടർ ഒരു കുട്ടികളോട് അല്ലെ ഒരു അച്ഛനും അമ്മയോട് എങ്ങനെ സംസാരിക്കുന്നു, അപ്പൊ ആ രീതിയിൽ, കാരണം അവരുടെ മാനസിക പ്രശ്നങ്ങൾ ഞാനന്ന് മുമ്പ് ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് അറിയാലോ, പലപ്പോഴും ശരീരത്തിനല്ല പ്രശ്നം, മനസ്സിന്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാവുക. ഈ മനസ്സിന്റെ പ്രശ്നങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ പറയില്ല, ഇവര് തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നുണ്ടോ എന്ന് പോലും ചോദിക്കാത്ത പുതിയ രീതിയിലുള്ള ചികിത്സാ രീതിയിലാണ് അലോപ്പതി രീതികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ഉടനെ ലാബിന്റെ പുറകെ പോകാന്നല്ലാണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ചോണം കിടക്കുന്നതെന്ന് പോലും ചോദിക്കാറില്ല. പക്ഷെ നമ്മള് ഹോമിയോപ്പതി ഒരു ജനനിൽ വരുമ്പോൾ നമ്മൾ ഇവരുടെ ബാക്കിയുള്ള ഫിസിക്കൽ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട്, കാരണം എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അത് മോഡേൺ സയൻസ് പണ്ടേ മാറ്റിയിട്ടുണ്ടാവും. ഒരു കേസ് നേരിട്ട് ജനനിയിലോട്ട് വരുന്നില്ല. പക്ഷെ അവർക്ക് മാറ്റാൻ പറ്റാത്ത കേസുകൾ മാത്രമാണ് നമുക്ക് വരുന്നത്. എന്നിട്ടാണ് നമുക്ക് 1000-ഓളം റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1000 കടന്ന് 2000 കടന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എല്ലാവരും ഉപേക്ഷിച്ച കേസുകളാണ്. ചുരുങ്ങിയത് 5 ലക്ഷമെങ്കിലും കളഞ്ഞിട്ടുള്ള കേസുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിനിടയ്ക്ക് നമ്മൾ അവരുടെ മനസ്സിനെയാണ് അപഗ്രഥിക്കുന്നത്. ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, എവിടെയാണ് ബ്ലോക്ക് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പൊ ആ മാനസികമായിട്ടുള്ള ആ ബ്ലോക്കുകൾ, വിഘാതങ്ങൾ മാറുന്നതോടെ ഇവർക്ക് കുട്ടി ഉണ്ടാവുന്നു. അതുപോലെ എന്റെ കഥാപാത്രത്തിനും കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടി ഉണ്ടാവുന്ന ഇവർ ഗർഭിണിയായി കഴിഞ്ഞ് ഈ കുട്ടി ആകുന്ന സമയത്ത് ഈ വിർച്വൽ കിഡിന് ഇതെല്ലാം മനസ്സിലാവും. ആ വിർച്വൽ കിഡിന്റെ ഒരു സന്തോഷമുണ്ട്. ഈ എനിക്കൊരു അനീതി വരാൻ പോകുന്നു എന്നുള്ള വിർച്വൽ കിഡിന്റെ ഒരു സന്തോഷം എല്ലാം ആ കുട്ടി പ്രകടിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്തിനാണ് ഇനി വിർച്വൽ കിഡ് എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ ഇത് അച്ഛന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല.
അച്ഛൻ എന്ന് പറഞ്ഞാൽ അതുപോലെ ആ മനുഷ്യനാണ് ആ വിർച്വൽ കിഡിനെ ഏറ്റവും കൂടുതൽ നേരം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അമ്മയ്ക്ക് ആ മാതൃത്വം പെട്ടെന്ന് മാറുകയും ഒറിജിനൽ കുട്ടി വരാൻ പോകുന്നത് പിന്നെ എന്തിനാണ് ഈ കുട്ടീനെ വേണ്ടത് എന്ന് ചിന്തിക്കുകയും ഒരു എനിക്ക് പറയുമ്പോൾ പോലും കരയുന്ന അപ്പോ എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷനിൽ അവസാനിക്കുന്ന ഒരു കഥയാണ് അൻപ് എന്ന് പറഞ്ഞിട്ടുള്ള കഥ. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞ വെച്ചാൽ അവിടെ നമ്മുടെ ആ ഹോമിയോപ്പതിന്റെ ഒരു സാധ്യതകളെ തന്ത്രപൂർവ്വം അതിനകത്ത് തിരികെ കയറ്റാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ എഴുതുന്ന ഒരു കഥയിലെ ഒരു തന്ത്രമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നത്. മറ്റൊന്ന് അവധൂത് ബാബ എന്ന് പറയുന്ന ഒരു കഥയാണ്. ഈ അവധൂത് ബാബയും നമ്മുടെ ഡോക്ടർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എന്താണെന്ന് അറിയാമോ? ചില രോഗികള് നമ്മൾ മരുന്ന് കൊടുത്ത് കൃത്യമായിരിക്കും, നമുക്കറിയാം, നമ്മൾ ഒരു വെൽ സെലക്ടഡ് റെമഡി ഫെയിൽസ് എന്ന് പറയുന്നത്. ഈ വെൽ സെലക്ടഡ് റെമഡി ഫെയിൽ ആയി കഴിഞ്ഞാൽ അതിനുള്ള ഹോമിയോപ്പതി മെഡിസിനും ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലുണ്ടല്ലോ, ചില സാഹചര്യങ്ങൾ കൊണ്ട് ഈ രോഗിക്ക് രോഗം സൗഖ്യം കിട്ടാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥകൾ വരും. അപ്പൊ അങ്ങനെ ചില രോഗികളെ നിങ്ങളും കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം ശരിയായിരിക്കും, എങ്ങനെ വന്നു കഴിഞ്ഞാലും മരുന്ന് കൊടുത്തു കഴിഞ്ഞു, അതിന് റിസൾട്ട് ടെമ്പററി റിസൾട്ട്, അപ്പോഴേക്കായിരിക്കും അയാളെ കാലൊടിഞ്ഞ് വീഴുന്നത് എന്ന് പറയുന്ന രീതിയിൽ നിരന്തരം രോഗങ്ങളും പ്രശ്നങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, വിധി പിന്തുടരുന്ന പോലെ ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ അവധൂത് ബാബ എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു കഥാപാത്രം വെരിക്കോസ് വെയിനായിട്ടൊക്കെ ചികിത്സിക്കാൻ വരുന്നു. അതുപോലെ അയാൾക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ട്. അപ്പൊ ആ ഡിപ്രഷനകത്ത് നമ്മൾ സാധാരണ നമുക്കറിയാലോ, ഡിപ്രഷന് കൊടുക്കുന്ന മെഡിസിൻസിനെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇഗ്നീഷ്യൻ ആട്രമോൾ സ്റ്റാഫിസാഗിരി അങ്ങനെ നീണ്ടുപോകുന്ന ഒരു മരുന്നിന്റെ അപ്പൊ അവിടെ ഞാൻ നിങ്ങളോട് പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ എക്സ്ട്രീം ഡിപ്രഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോട് എടുക്കുന്ന നിരാശ ബാധിക്കുന്ന ആൾക്കാരിൽ ഞാൻ കൊടുക്കുന്ന ചില സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അതിലൊന്നാണ്, ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് അവരോട് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പറയാറുണ്ട്. ലോട്ടറി ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാ മനുഷ്യന്മാരുടെ ഏറ്റവും അടിസ്ഥാനമായ പ്രശ്നങ്ങൾ ഒന്ന് സമ്പത്തും കൂടിയാണ്. അപ്പോ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേ ലോട്ടറി അടിക്കൂലേ, എനിക്ക് അതെല്ലാം ലോട്ടറി അടിക്കാനാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ ഡോക്ടറെ എന്ന് കരുതി ഞാൻ പറഞ്ഞു, എന്നാലും എടുക്ക്, ഇനി പൈസ ഇല്ലെങ്കിൽ ഞാൻ പൈസ തരാം, എടുക്ക്. കേരള ലോട്ടറി ഏതെങ്കിലും എടുത്തു. ആ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം അറിയാമോ? എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ നെഗറ്റീവ് ചിന്തിച്ചാലും മനുഷ്യൻ അന്നു മുതൽ അവന്റെ സ്വപ്നത്തില് അഥവാ ഈ ലോട്ടറി എങ്ങനെ അടിച്ചെങ്കിലാണ്, അഥവാ ലോട്ടറി അടിച്ചാൽ പോട്ടെ പകുതി പൈസ ഇങ്ങനെ അടിച്ചാൽ അവന് സ്വപ്നം കാണാൻ ഒരു അവസരം നമുക്ക് കിട്ടി. ആ ലോട്ടറി അടിക്കുന്ന അവസാന നിമിഷം വരെ അല്ലെങ്കിൽ 2 ആഴ്ച നീളുന്നത് വരെ അവനെ ജീവിപ്പിക്കാൻ ഒരു കാരണമായി തീരും അതൊരു ലോട്ടറി എടുക്കുക. ആ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം അറിയാമോ? നമുക്കറിയാം ഏത് ഒരു എക്സ്ട്രീം ഒരു സൂയിസൈഡ് മാനിയ ടെൻഡൻസി ഉള്ള ആൾക്കാരിലായാലും ആ ഒരു നിമിഷത്തെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ അതുപോലെ 1 ആഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോ അവനവന്റെ ആ വല്ലാതെ ഡിപ്രഷൻ മാറിയിട്ട് ഒരു ഹോപ്പിലോട്ട് പോകാൻ ചിലപ്പോൾ ഈ ലോട്ടറി എടുക്കാൻ ഞാൻ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചില പേഷ്യൻസിനോട് ഈ വല്ലാതെ ഡിപ്രഷൻ ഉള്ള ആൾക്കാരോട് ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് അതൊക്കെ. പക്ഷികളെ വളർത്താൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ തന്നെ ഈ അക്വേറിയം മേടിച്ച് കൊണ്ടുപോകാൻ പറയും. മീനുകളെ വളർത്താൻ വേണ്ടി പറയും. ഈ ലവ് ബേർഡ്സിനൊക്കെ വളർത്താൻ ഒക്കെ പറയാറുണ്ട്. അപ്പൊ ഒരു പേഷ്യന്റിന് ഇതൊക്കെ ചെയ്തിട്ടും എല്ലായിടത്തിലും ഇയാൾ ചെടി വളർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ ആ ചെടി മുഴുവൻ പ്രാണി നശിപ്പിച്ച് അത് നശിച്ചു പോവും. ഇദ്ദേഹം ഒരു പൂവ് വിടർന്നു വരുന്ന കണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആ പൂവിനൊരു പുഴു തിന്നുന്നു. അയാൾ അതിലും വലിയ ഡിപ്രഷനായിട്ട് തിരിച്ചു വരും. സാറ് തന്ന സൂര്യകാന്തി എല്ലാം വിരിഞ്ഞു, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, കംപ്ലീറ്റ് പുഴു ഒന്ന് പോയി എന്ന് പറയും. അതുപോലെ ആയിരിക്കും പക്ഷികൾ വളർത്താൻ കൊടുത്ത ലവ് ബേർഡ്സിന് മേടിക്കാൻ പറഞ്ഞ പിറ്റേ ദിവസം പോലെ ലവ് ബേർഡ്സ് ആവാൻ തുടങ്ങും. ഇയാൾ അതിലും വലിയ ഡിപ്രഷനാവും. ഇങ്ങനെ പോകുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ എന്ത് വഴി കൊടുത്താലും ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ചില പേഷ്യൻസിനോട് ഞാൻ ചില ആൾക്കാരുണ്ടല്ലോ വല്ലാതെ ഫാമിലി പ്രശ്നമാണ്, ഞാൻ വലിയ ധ്യാനത്തിന് പോകാൻ പറയും. ക്രിസ്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു പോട്ട ധ്യാനത്തിനൊക്കെ പോകുന്നത്. കാരണം 15 ദിവസം ഒരു തല്ലുകൂടാണ്ടിരിക്കുമല്ലോ. ഈ 15 ദിവസം രണ്ടുപേരും അവിടെ പോയിട്ട് ധ്യാനിച്ചുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് തിരിച്ചു വന്നൊരു പുതുമയോടുകൂടി തിരിച്ചു വരാൻ പറയും. ചിലപ്പോൾ അതിൽ നന്നായി പോകും, ചിലപ്പോൾ എന്ത് ചെയ്യും റിലീജിയസ് മാനിയയിലോട്ട് മാറും, വേറെ ഈ മാനിയം മാറി വേറൊരു മാനിയയിലോട്ട് മാറും. എങ്ങനെയാലും ഇതിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചിലരെ യാത്രയ്ക്ക് വിടാറുണ്ട്. ഞാനും നല്ലൊരു യാത്രക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ഏകദേശം 18 രാജ്യങ്ങൾ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോ നല്ലൊരു യാത്ര, എനിക്ക് ഭയങ്കര യാത്ര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ചില ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, ഇതെല്ലാം വിടും, ഇവിടെ നിൽക്കുകയേ വേണ്ട, നിങ്ങൾ ഒരു യാത്ര പോയിട്ട് പോവാ, ഒരു 10-9,000 രൂപ മുടക്കി ഒരു യാത്ര പോയിട്ട് വരാൻ പറ്റും. ആ യാത്ര പോയിട്ട് വരുമ്പോഴേക്കും വേറെ ലോകത്ത് കാണുമ്പോഴാണ് നമ്മള് ശൂന്യാകാശത്തിൽ പോയിട്ട് വന്ന കൽപ്പന ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര നിസ്സാരാണ്, ഈ ഗോളത്തിൽ ഇരുന്ന് ഈ ആൾക്കാരാണ് നമ്മളെ കിടന്നിട്ട് തമ്മിൽ ഉണ്ടാക്കുന്നത്. എന്ത് കാര്യം
എന്ന് നമുക്ക് തിരിച്ചറിയുന്നത് പോലെ നമ്മൾ വേറെ രാജ്യത്തെത്തി കഴിയുമ്പോൾ അവിടെയുള്ള ലോകവും ജീവിത രീതി എല്ലാം മാറുമ്പോൾ നമ്മൾ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, ഇമോഷണൽ പ്രശ്നങ്ങൾ എല്ലാം മാറും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ എന്റെ കഥാപാത്രം ഇതുപോലെ തന്നെ ഈ മനുഷ്യന് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ എല്ലാ ടെക്നിക്കും ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് എല്ലാം പരാജയപ്പെടുന്നു. ഇയാളെ ഞാനൊരു യാത്രയ്ക്ക് വിടുന്നു, പണ്ടാറാണ് ആ യാത്ര പോയിടുന്ന അവിടെ ഇയാൾ ഒറ്റപ്പെട്ടു പോയി. ആ രീതിയിൽ നീങ്ങുന്ന ഒരു വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞത് തന്നെയുള്ളൂ, ഈ അവധൂത് ബാബയില് അത് ഞാൻ അനുഭവിക്കുന്ന ധാരാളം ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കണ്ടുവരുന്നു. നമുക്ക് ഒരു രക്ഷയില്ല ഇവരെ രക്ഷപ്പെടുത്താൻ എന്ന് പറയും. നമ്മൾ കൈപിടിച്ചാൽ നമ്മളും കൂടി വെള്ളത്തിൽ വീണു പോകും എന്നുള്ള അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനകത്ത് നല്ല എക്സ്ട്രീം ഡിപ്രഷൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെ ഗുർണ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ ഇതുപോലെ തന്നെ പിന്നെ ഒരു ഗ്രീഫ് വന്നു കഴിഞ്ഞാൽ ആ ഗ്രീഫ് കൊണ്ട് മനുഷ്യന് മാറ്റം. നിങ്ങൾക്കറിയാം, ഒരു ഇഗ്നേഷ്യ പേഷ്യന്റ് നാട്ടർമൂർ പേഷ്യന്റ് ആകുന്ന ഒരു ഘട്ടം വരും. ആ ഇഗ്നേഷ്യ പേഷ്യന്റ് വളരെ സുന്ദരിയൊക്കെ പിന്നെ ഒരു എക്സ്ട്രീം ഒരു ഡിപ്രഷൻ വന്ന ഒരു കുട്ടി മരിച്ച ഒരു അമ്മയുടെ കഥയാണ്. അപ്പൊ അവര് പിന്നെ ഇഗ്നേഷ്യായിട്ട് കുറെ കാലം നടക്കും, ഒരു മാനസിക രോഗിയാവും, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറും. നാട്ടർമൂറിനെ പോലെ ആദ്യം മെലിഞ്ഞു വരുന്ന ആൾക്കാർ പിന്നെ നാട്ടർമൂർ, തടിയുള്ള നാട്ടർമൂറുണ്ട്, അനീമിയൊക്കെ പിടിച്ചിട്ട് തടി ഉണ്ടാവും പക്ഷെ കറുത്തിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ വരുന്ന ഒരു ശരീരത്തിന്റെ ഒരു മാറ്റവും മനസ്സിന്റെ മാറ്റവും ഒക്കെ അവതരിപ്പിക്കുന്ന മറ്റൊരു കഥയായിരുന്നു ഈ ഗുർണ എന്ന് പറയുന്ന ഒരു കഥകൾ. അപ്പൊ ഇതിനകത്ത് ഓരോ കഥകളും വളരെ വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് പിന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്നവർ, വായനക്കാരുണ്ടാകുന്ന ആൾക്കാർ, നിങ്ങൾ ഡോക്ടർമാർ എത്ര പേർ വായനക്കാരാണെന്ന് എനിക്ക് വലിയ ധാരണയില്ല, എങ്കിലും ഒന്ന് വായിച്ചു നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതിനകത്തൊരു ബലിമൃഗങ്ങൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിനകത്ത് ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ ഹോമിയോപ്പതി ഡോക്ടർമാർ പലപ്പോഴും സ്ഥലമാറ്റം കിട്ടുമ്പോൾ ഒരു സൗകര്യങ്ങളും ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ കാടിന്റെ മൂലയ്ക്കായിരിക്കും കിട്ടുക. അപ്പൊ ഞാൻ മുള്ളംകൊല്ലി, ഇപ്പൊ നമ്മൾ ഹോമിയോ ആശുപത്രി ഉണ്ട്, വയനാട്ടിലെ ചില സ്ഥലങ്ങളുണ്ട്, ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത അവിടെ ചെന്ന് കഴിഞ്ഞ് പെട്ടുപോകുന്ന, ആശുപത്രി തന്നെ താമസിക്കുന്ന, ഇപ്പൊ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഉണ്ട്, വേറെ സ്ഥലം അവിടെ ചെന്ന് താമസിക്കാൻ പോലും കിട്ടില്ല. അപ്പൊ ആ ഡിസ്പെൻസറി തന്നെ താമസിക്കേണ്ടി വരും. അത് ഗവൺമെന്റ് അറിയുന്നതും അറിയാത്ത പോലെയൊക്കെ അങ്ങ് താമസിക്കും, കാരണം വേറെ താമസിക്കാൻ സ്ഥലം കിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് പിന്നെ പെട്ടെന്ന് വീട്ടിലോട്ട് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ പോകേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ചില കഥകളുണ്ട്. അതുപോലെ തന്നെ ഈ മരങ്ങൾ പ്രണയിച്ച ഒരാൾ എന്ന് പറഞ്ഞാൽ സുന്ദർലാൽ ബഹുഗുണനെ കുറിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. ആ കഥ എങ്ങനെയാന്ന് വെച്ചാല് പിന്നെ അവിടെ ആ കഥാപാത്രം കഥയിലെ പ്രധാന കഥാപാത്രം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. ഞാനും ഒരു പരിസ്ഥിതി പ്രവർത്തകനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോ പിന്നെ ഞാൻ സുന്ദർലാൽ ബഹുഗുണയായിട്ടുള്ള ആ സമ്പർക്കം ഞാൻ പിന്നെ അദ്ദേഹമായിട്ട് കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് സത്യത്തിൽ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. മൊബൈലിൽ അദ്ദേഹത്തുമായിട്ട് കോൺവെർസേഷൻ നടത്തുകയാണെന്ന്. പക്ഷെ ആ മൊബൈലിൽ നിന്ന് പെട്ടെന്ന് ഞാൻ പിന്നെ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ എൻ്റെ റൂമിൽ സുന്ദർലാൽ ബഹുഗുണ ഉണ്ട് എന്ന് എനിക്ക് ഒരു മോഡൽ പോലെ തോന്നുകയും ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ പെട്ടെന്ന് സമയം അലാറം അടിക്കുന്നു, ഞാൻ വാർത്ത കേൾക്കുന്നു. ആ വാർത്തയ്ക്കകത്ത് അന്ന് സുന്ദർലാൽ ബഹുഗുണ മരിച്ചു എന്ന വാർത്ത കേൾക്കുന്നു. ഇതേ രീതിയിൽ ഒരു പ്രത്യേക ഭ്രമാത്മകമായിട്ടുള്ള ഒരു കഥയാണ്. പലപ്പോഴും ഡ്രീംസ് കം ട്രൂ എന്ന് പറയുന്ന ഒരു റൂമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയും. ഇതിനകത്ത് കേൾവിക്കാരായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ പിന്നെ 10-40 പേര് കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ചിലപ്പോൾ യാഥാർത്ഥ്യമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ പറയും പുലർകാല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിട്ട് വരുന്ന അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പുലർകാല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് ഹോമിയോപ്പതിയിൽ മെഡിസിൻ ഉണ്ട്. ഒരു പേഷ്യന്റ് റെക്കറന്റ് ആയിട്ട് അവൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം യഥാർത്ഥമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാഗ്നറ്റിസ് പോളിസ് ആർട്ടിക്കസ് എന്ന് പറയുന്ന മെഡിസിൻ, മാഗ്നറ്റിസ് പോളിസ് ആർട്ടിക്കസ് എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ സാധാരണ ഡ്രീംസ് കംസ് ട്രൂ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉള്ളതാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. ഈ സ്വപ്നങ്ങളും മാഗ്നറ്റിസമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. മാഗ്നറ്റോതെറാപ്പി എന്ന് പറയുന്ന തെറാപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാഗ്നറ്റോതെറാപ്പിക്കാരുടെ ഒരു ടെക്നിക്കാണ് ഈ സ്വപ്നം കാണുന്നവരുടെ മനസ്സ് ശാന്തമാക്കാൻ പ്രത്യേക പോളുകൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ എന്ന വ്യത്യസ്തമായ ഫീൽഡുകളുണ്ട്. അത് നമ്മുടെ തലവണേന്റെ ചുവട്ടിൽ വെച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞാൽ മനസ്സിനെ മാറ്റിമറിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ സാധനങ്ങൾ, നമ്മളെ മൊബൈൽ ഫോൺ അടക്കമുള്ള സാധനങ്ങൾ ഈ തലവണേന്റെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ചില ആൾക്കാരെ സ്വപ്നങ്ങൾ, വിഭ്രമായ സ്വപ്നങ്ങളൊക്കെ കാണും. അപ്പൊ ഹോമിയോപ്പതിയിൽ അങ്ങനെ ഒരു മരുന്നുണ്ട് എന്നാലോചിക്കുക. അപ്പൊ ഈ സ്വപ്നങ്ങള് കൃത്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചില പ്രഡിക്ഷൻസ്, ടെലിപ്പതിയൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ടെന്നേ. അപ്പൊ ടെലിപ്പതിയൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ നമുക്കൊരു മെഡിസിനിലോട്ട് ഒരു ക്ലൂ ആയിരിക്കും, ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഈ പ്രൊഫറ്റിക് ഡ്രീംസ് എന്ന് പറയും. പ്രൊഫറ്റിക് ഡ്രീംസ് പിന്നെ അതിന് ഏറ്റവും നല്ല മെഡിസിൻ ഒന്ന് കനാബിസ് ഇൻഡിക്കയും ഈ മാഗ്നറ്റിസ് പോളിസ് ആർട്ടിക്കസ് ഒക്കെയാണ്.
കനാബിസ് ഇന്ത്യക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ള പിടിച്ചെന്നുള്ള രീതിയിൽ കണക്കാക്കണ്ട. ചിലപ്പോൾ ഭ്രാന്തന്മാരും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ അവര് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന അവർ കരുതിയാ ചെയ്യുക. പക്ഷെ യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ടിട്ട് യഥാർത്ഥത്തിൽ ഇത് അനുഭവിക്കുന്ന ആൾക്കാരും ഒരു ഇവന്റ് നടക്കുന്നതിന് മുമ്പ് സ്വപ്നം കാണുന്ന ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ ധാരാളം കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ നമുക്ക് മെഡിസിൻ കൊടുത്ത് ചികിത്സിക്കാം. എനിക്ക് അവർക്കൊരു വലിയൊരു അബദ്ധം പറ്റി. ഒരു നാട്ടിലൊരു കൊട്ടിയൂര് ആ ഭാഗത്ത് ഒരു കൈനോട്ടക്കാരി ഉണ്ടായിരുന്നു. അപ്പൊ ഈ അമ്മച്ചി എൻ്റെ അടുത്ത് മുട്ടുവേദനയായിട്ട് വന്നു, ജോയിന്റ് പെയിൻസ് ആയിട്ട് വന്നതാണ്. അപ്പൊ ഈ വന്നിട്ട് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ എന്തെങ്കിലും ജോലി എന്ന് ചോദിച്ചു പറഞ്ഞു, ഞാൻ കൈനോട്ടക്കാരിയാണ്. അപ്പൊ കൈനോട്ടൊക്കെ ഞാൻ പറഞ്ഞു, എങ്ങനെ കൈനീട്ടം കൊണ്ടൊക്കെ ജീവിക്കാൻ, ഇത് കൈനോട്ടം കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഓ, നല്ലോണം ജീവിക്കാൻ പറ്റും ഡോക്ടറെ. ഞാൻ പറഞ്ഞ അച്ചട്ടാ, ഉറപ്പാണ്. ഞാൻ പറഞ്ഞു, അതെ അർച്ചട്ടാന്ന് പറഞ്ഞു. ഞാൻ മെഡോർണം കൊടുത്തു. മെഡോർണത്തിന് അത് അങ്ങനെ ഒരു സിംറ്റം ഉണ്ട്, വായിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ആ മെഡോർണം കൊടുത്ത് എൻ്റെ ഒരു കഷ്ടകാലം ആലോചിച്ച് പോകണേ. ആ പേഷ്യന്റിന് പറയാനുള്ള ശേഷി പോയി. പിന്നെ അവര് ഡോക്ടർ അന്ന് അങ്ങനെ ചോദിച്ചു. ഞാൻ പിന്നെ അത് വെറുതെ ചോദിച്ചാ, അല്ല ഡോക്ടറെ, ഇനി ഡോക്ടറെ നാക്ക് എനിക്ക് കരുനാക്ക് എനിക്ക് പറ്റുമെന്ന് അറിയില്ല, ഇപ്പൊ ഞാൻ പറയുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ മുട്ടുവേദന പറയും, മുട്ടുവേദന പറയും. മെഡോർണം അലൻസ്കിനോട്ട് എടുക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു സിംറ്റംസ് ഇതാണ്: കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും മനസ്സിൽ തട്ടുന്ന രീതിയിൽ അനുഭവിക്കുന്നു, മിക്കവാറും അത് ശരിയായി ഭവിക്കുകയും ചെയ്യുന്നു എന്ന് അലൻസ്കിനോട്ടിനകത്ത് മെഡോർണത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര പേരെ തലയിൽ അത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ല. അപ്പൊ ഈ പേഷ്യന്റിന് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാ, ഇവര് നല്ല പ്രഡിക്റ്റേഴ്സോ, മെഡോർണം തന്നെ അറിയാലോ, ഒരു സിഫിറ്റി മെന്റാലിറ്റിക്ക് ഉള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നടത്തുക. അപ്പൊ അവരുടെ മുട്ടുവേദനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെഡിസിനാണ് മെഡോർണം. അപ്പൊ അവർക്ക് ഇങ്ങനെ കൃത്യമായിട്ട് പ്രഡിക്ഷൻസ് നടത്തുക, ആ പ്രഡിക്ഷൻസ് സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ മെഡോർണത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ സുന്ദർലാൽ ബഹുഗുണനെ കുറിച്ചിട്ട് ഞാൻ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചിട്ടുള്ളതായിരുന്നു ആ ഒരു കഥ. അതുപോലെ തന്നെ പലപ്പോഴും എൻ്റെ ചില സ്റ്റാഫുകൾ അനുഭവിച്ച ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ടും ഒരു കഥ ഉണ്ടായിരുന്നു, മാതംഗമാലതി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ കൊട്ടിയൂർ പെരുമാൾ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഒരു കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ OCDയും അതുപോലെ ഫോബിയാസ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഒരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചതാണ് എങ്ങനെ ഒരാളുടെ ഫോബിയ അല്ലെങ്കിൽ ഒരു OCD നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ യാത്രയിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞിട്ട് പോയിട്ടുള്ള ചില ജീവിതാനുഭവങ്ങളുണ്ട്. ഒരു മായി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ ഒരു കഥയുണ്ട്. ഈ 900 കണ്ടി എന്ന് പറയുന്ന വയനാട്ടിലൊരു സ്ഥലമുണ്ട്. അപ്പൊ ആ 900 കണ്ടിയിൽ ഞാനൊരു യാത്ര പോയപ്പോൾ ആ യാത്ര ഡ്രൈവർ കൂടെ അദ്ദേഹത്തിന്റെ ജീവിത കഥകൾ പറഞ്ഞതാണ്. ആ കഥ അയാൾ പറഞ്ഞ യഥാർത്ഥ അയാളുടെ ജീവിതമാണ് പറഞ്ഞത്. ആ ജീവിതത്തിനകത്ത് വലിയൊരു കഥയുണ്ട് തിരിച്ചറിവ്. ഞാൻ ആ കഥ അവതരിപ്പിക്കുകയും ആ കഥ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു റേഡിയോയിലുള്ള അയാളുടെ ക്ലിപ്പിങ്സ്, അതിന്റെ കഥ ഞാൻ അയാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. സമയം 9:15 നിങ്ങൾക്ക് ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് ഇത് എങ്ങനെ അവതരിപ്പിക്കും നിങ്ങളുടെ മുമ്പിൽ എന്ന് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എന്തായാലും ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നും 40 പേരോളം 40നോട് അടുത്ത് ആൾക്കാർ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം വളരെ സന്തോഷമുള്ള കാര്യം. ഞാൻ ഒരു കഥ മാത്രം, ചെറിയ കഥ മാത്രം, ഏറ്റവും ചെറിയ അതിനകത്തൊരു കഥ മാത്രം ഞാൻ അതിനകത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓന്ത് എന്നാണ് ആ കഥയുടെ പേര്. മകനെ, നിനക്ക് ഞാൻ ഇട്ട പേര് ആറെ മൻ എന്നാണ്. രാമമംഗലത്ത് അച്യുതൻ മകൻ മൻ. മൻ എന്നാൽ മനസ്സ് എന്നർത്ഥം. നീ ഇപ്പോൾ ജോലി തേടി പോകുന്നത് കേരളത്തിലെ ഒരു സ്ഥലത്തേക്കല്ല, ദില്ലിയിലേക്കാണ്. കേരളത്തിലാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, അച്ഛന് ആദ്യം ഉണ്ടാവില്ല. ഇവിടെ ആർക്കും സ്വതന്ത്രമായി ചിന്തിക്കാം, പ്രവർത്തിക്കാം, വിമർശിക്കാം. ഇവിടെ എല്ലാ മനുഷ്യരും തുല്യരാണ്. കേരളത്തിൽ ജോലി ചെയ്യാനെത്തുന്ന ഒരു മറുനാട്ടുകാരനോട് ഇവിടെ ഒരാൾ പോലും അവന്റെ ജാതിയോ മതമോ ചോദിക്കാറില്ല. ഒരേ ഹോട്ടലിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ, ഒരേ സീറ്റിലിരുന്ന് ബസ്സിൽ യാത്ര ചെയ്യാനോ, ഒരേ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണാനോ അവന് തടസ്സമില്ല. അവനെ സഹായിക്കാൻ അവന്റെ ഭാഷയായ തമിഴോ ഹിന്ദിയോ വരെ പഠിക്കാൻ നാം തയ്യാറുമാണ്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലല്ല അങ്ങനെയല്ല. അവിടെയൊക്കെ അവർക്ക് അവരുടെ വേഷത്തോട്, ഭാഷയോട്, സംസ്കാരത്തോട് മാത്രമാണ് പ്രിയം. നമ്മൾ വേണമെങ്കിൽ അവരുടെ ഭാഷ പഠിച്ചോളണം, സംസ്കാരം പഠിച്ചോളണം. ആ നാട്ടിലൊക്കെ ഒരു കലാപം ഉണ്ടായാൽ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് നിന്നെ ചിലപ്പോൾ ആദ്യം ചോദ്യം ചെയ്യാൻ വരുന്നത് പച്ചക്കൊടികളുമായി, തക്ബീർ വിളികളുമായി വരുന്ന ജനക്കൂട്ടമായിരിക്കാം. അവരുടെ മുന്നിൽ നിന്റെ പേര് ആർ അമൻ എന്നാണ് പറയേണ്ടത്. RAMAN, ആർ അമൻ എന്നാണ് പറയേണ്ടത്.
അമൻ എന്നാൽ ഉറുദുവിൽ സമാധാനം, വിശ്വാസം എന്നൊക്കെയാണ് അർത്ഥം. മറ്റു ചിലപ്പോൾ ജയ് ശ്രീറാം വിളികളുമായി കാവിപ്പടയാകാൻ നിന്നെ ചോദ്യം ചെയ്യാനെത്തുന്നത്. അവരുടെ മുൻപിൽ നീ രാമൻ എന്ന പേര് പറയുക. RAMAN, രാമൻ. ഓതിനെ പോലെ നിറം മാറണം എന്ന് പറയുകയാണെന്ന് അറിയാം. പക്ഷേ ഞാൻ ഒരു പുരോഗമനവാദിയും അതേസമയം മകനെ ചൊല്ലി ആകുലപ്പെടുന്ന ഒരു അച്ഛനും കൂടിയാണ്. ഇനി എന്നെങ്കിലും ഈ രാജ്യം നന്നാവുകയാണെങ്കിൽ ഈ അച്ഛനേക്കാൾ ആണത്തത്തോടെ ജീവിക്കാനാകുന്ന ഒരു കാലത്ത് അന്ന് നിന്റെ പേര് ആൺ എന്ന അർത്ഥം വരുന്ന മേൻ എന്നാക്കി മാറ്റി ഉപയോഗിക്കുക. RAMAN. അതിനു മുമ്പ് നിന്റെ ആണത്തം പുറത്തെടുത്ത് കാണിക്കരുത്. ഇന്ത്യ കേരളമല്ല. ഇത്രയാണ് കഥ. അപ്പൊ ഈ ഒരു കുഞ്ഞു കഥയും കൂടി പറഞ്ഞതുകൊണ്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. എന്നെ കേട്ടിരുന്ന 50 മിനിറ്റ് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി. താങ്ക് യു. എല്ലാ കഥയും പറഞ്ഞോ ഡോക്ടറെ? ഇല്ല എല്ലാ കഥയും ഇല്ല, ആ പുസ്തകത്തിലുള്ള എല്ലാ കഥയും ആയില്ല അല്ലേ? ഇല്ല ഞാൻ കുറച്ച് കഥകൾ നമ്മൾ ആ സമയത്തിൽ ഒതുക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ധനേഷ് ഡോക്ടർ കഥകൾ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ധനേഷ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാൻ ഡോക്ടറുടെ പുസ്തകത്തിനെ കുറിച്ചും ഇന്നത്തെ ഈ വാക്കുകളെ കുറിച്ചും അഭിപ്രായങ്ങൾ പറയാനുള്ളവരൊന്ന് റെഡിയായിരിക്കണേ. അപ്പോ ധനേഷ് ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടർ മനോജ് കുമാർ പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ കാര്യം ഒന്നും ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ കഥകളുടെ തമ്പുരാക്കന്മാരാണെന്നാണ്. അതായത് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഓരോ കഥകളാണ്. ഈ കഥകൾ തന്നെ മതി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മറക്കാനും നമ്മളെ ഒത്തിരി ചിന്തിപ്പിക്കാനും നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കാനുമാണ്. പക്ഷെ ഈ കഥകളൊക്കെ ചിട്ടയായിട്ട് മനസ്സിൽ രൂപപ്പെടുത്തി അത് എഴുതി പുറത്തു വരണമെങ്കിൽ അതിന് പ്രത്യേക ഒരു ഭാഷാ പരിചയവും അത് അവതരിപ്പിക്കാനുള്ള ഒരു സ്റ്റൈലും ഉണ്ടാകണം. ഇത് രണ്ടിലും അഗ്രഗണ്യനാണ് TG മനോജ് കുമാർ. അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തുകളും വായിച്ച് പണ്ട് ഞങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തും വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വായിച്ച് വളരെ അടുത്ത സുഹൃത്തുക്കളായി. അതിനുശേഷമാണ് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ IMBS തുടങ്ങിയപ്പോൾ ഇതിലോട്ട് വരാനാന്ന് ചോദിച്ചപ്പോൾ ഞാൻ തീർച്ചയായും വരാം എന്ന് പറഞ്ഞു വരികയും നല്ല നല്ല വിഷയങ്ങൾ നമുക്ക് തരികയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ പുസ്തകം എല്ലാവരും വാങ്ങേണ്ടത് തന്നെയാണ്. കാരണം വാങ്ങി അതില് എന്തൊക്കെയാണ് നമ്മളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ, അതിൽ എവിടെയൊക്കെ നമുക്ക് ഹോമിയോ മരുന്നിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഡോക്ടർ അതിന്റെ ആ ഒരു പർച്ചേസ് ചെയ്യേണ്ട ഏത് ആമസോൺ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്കൊക്കെ ചെയ്യാനും അത് വരുത്താനുള്ള സൗകര്യം ഉണ്ടാകും. പിന്നെ ആമസോണിലും ഉണ്ട്. ഒലിവ് ബുക്സ് ആണ് പബ്ലിഷേഴ്സ്. ആമസോണിലും ഒലിവിലും ഇതാണ്. ഞാൻ ലിങ്ക് സാറിന് അയച്ചു തരാം സാർ, ഗ്രൂപ്പിൽ. പൊതുവെ ഈ ഇങ്ങനെ ബുക്കുകൾ എഴുതുമ്പോൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ ഡോക്ടർ എന്ന് വരെ എന്നോട് സംശയം ചോദിച്ചു. അപ്പൊ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറഞ്ഞു, എങ്ങനെ വന്നാലും ഒരു 30-നും 50-നും ഇടയ്ക്ക് ആളുണ്ടാവും. അത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ മനോജ് കുമാർ ഡോക്ടർ ആകുമ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓണങ്ങി നമ്മുടെ മൂക്കിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും ഷോപ്പിങ്ങിനും ഫിലിമിനും അങ്ങനെ ഡോക്ടർമാരെല്ലാം റോഡിലാണെന്നുമില്ല. അതുപോലുള്ളൊരു അവസ്ഥയിൽ പോലും നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഇത്രയും ആൾക്കാർ വന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു നല്ല കാര്യമാണ്. അപ്പൊ നമുക്ക് ഓരോ ദിവസവും പിന്നെ ഡോക്ടറുടെ സൗകര്യവും ഞായറാഴ്ചയാണ്. വളരെ തിരക്കുള്ള ഒരു പ്രാക്ടീഷണറും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥനുമാണ്. വെറും ഒരു ഡോക്ടറല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇറങ്ങിച്ചെന്ന് അവരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ ക്ലിനിക്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിലും ഒക്കെ നല്ല ആളാണ്. അപ്പം അതിന്റെ ഒക്കെ തിരക്ക് കാരണമാണ് ഈ ദിവസങ്ങളിൽ വരാൻ പറ്റാത്തത്. ഞാനും ഇച്ചിരി ആശങ്ക ഉണ്ടായിരുന്നു എനിക്ക്, ഇന്നത്തെ ദിവസം ഇങ്ങനെയാണല്ലോ എന്ന് ഓർത്ത്. പക്ഷെ സൺഡേ ആണല്ലോ. പക്ഷെ സൺഡേ ആയിട്ട് പോലും നമുക്ക് ഇത്രയും ആൾക്കാർ വരികയും പങ്കെടുക്കുകയും ചെയ്തതിൽ സന്തോഷമുണ്ട്. ഡോക്ടർ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതണം. അതുപോലെ ഈ പുസ്തകത്തിലുള്ള കഥകളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇനി നമ്മുടെ സെഷനുകളിൽ പരാമർശിക്കാവുന്നതാണ്. കാരണം അത് ഈ മെഡോർണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ രാവിലെ ആ ഉറക്കത്തിൽ എഴുന്നേറ്റ് നമ്മൾ സ്വപ്നം കാണുന്ന ആ സ്വപ്നം നടക്കും
എന്നൊരു ധാരണ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതും മെഡിസിനെ കുറിച്ച് ചിന്തിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഹിന്റ് വരെ ഡോക്ടർ തന്നു. അപ്പൊ ഓക്കെ, ധനേഷ് ഡോക്ടറെ. ഹരിഹരൻ സാർ. അതെ, ഞാൻ മതിയാക്കി. അപ്പൊ വളരെ നല്ലതായിരുന്നു. സന്തോഷം, അഭിനന്ദനങ്ങൾ, ഇവയാണ് പറയാനുള്ളത്. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം ധനേഷ് ഡോക്ടറെ. അടുത്ത ഹരിഹരൻ ഡോക്ടറിലേക്ക് പോവാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഹലോ, കേക്കാമോ? കേൾക്കാം. നമസ്കാരം സർ, കേൾക്കാം സർ. ഡോക്ടറെ കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയണ്ടേ, ഒരു സരസമായ മനസ്സ് ഒരു മനുഷ്യന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഭാഗ്യം ചെയ്യണം. എന്നുവെച്ചാല് ഒരു 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 സരളമായ മനസ്സ്, അതുപോലെ തന്നെ ഹ്യൂമറസ്, സന്തോഷിക്കാനുള്ള മനസ്സ്, അതുപോലെ തന്നെ തമാശ കേൾക്കുമ്പോ ചിരിക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ഇപ്പം അന്യം നിന്ന് പോയിരിക്കുക. ഇപ്പൊ തമാശ നമ്മൾ പറയുമ്പോ കേൾക്കുമ്പോ ഇപ്പോഴത്തെ ജനറേഷൻ ഇങ്ങനെ ബ്ലിങ്കി ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ആ തമാശ ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ കാണുന്നത് അത്. തമാശ പറയുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു മുരളീധരൻ മേനോൻ സാറെന്ന് പറഞ്ഞ ഒരു സാറുണ്ടായിരുന്നു. ആ സാറ് ഇങ്ങനെ നിരന്തരം തമാശ പറയും. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ തമാശകളൊക്കെ കേട്ടാൽ നമ്മൾ പൊട്ടിച്ചിരിക്കും, ഓർത്തോർത്ത് ചിരിക്കും. അതുപോലെയാണ് ഡോക്ടർ പറഞ്ഞ വളരെ ശരിയായ വേറൊരു രണ്ട് കാര്യം ഞാൻ പറയാം. നമ്മളൊരു സിനിമയ്ക്കകത്ത് കണ്ടില്ലേ, ഈ കുട്ടികളില്ലാത്ത ഒരാള് അല്ല കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ കൈനോട്ടക്കാരനോ ആരാണ്ടോ ജോത്സ്യനോ മറ്റോ പറഞ്ഞു വാഴക്കല്യാണം. ഡോക്ടർക്ക് അറിയാം, ഒരു സിനിമയുണ്ട്, ഒരു ഫിലിമുണ്ട് വാഴക്കല്യാണം. വാസ്തവത്തിൽ ആ വ്യക്തി വാഴയെ കല്യാണം കഴിച്ചു, ആ വാഴയെ പരിചരിച്ചു ഭാര്യയെ പോലെ. എന്നിട്ട് അവസാനം അയാൾക്ക് ആ വാഴയെ അയാളുടെ ജീവിതത്തിൽ തന്നെ ഭാര്യയായിട്ട് തന്നെ അയാൾ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ആ വാഴയെ വെട്ടിക്കളയോ എന്തോ ചെയ്തപ്പോ അയാൾക്ക് ഭയങ്കര സങ്കടമായി. വാസ്തവത്തിൽ അത് ഒരു വാഴക്കല്യാണം. ഇതുപോലെ തന്നെ എനിക്ക് വേറൊരു വ്യക്തിയെ അറിയാം. ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു അദ്ദേഹം. എന്റെ പേഷ്യന്റാ, മജിസ്ട്രേറ്റ് ആയിരുന്നു. അയാൾക്ക് കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ട് അയാള് ഒരു പട്ടിയെ വളർത്തി. എന്നിട്ട് ആ പട്ടിയെ അയാളുടെ കുട്ടിയായിട്ട് അയാളങ്ങ് സ്നേഹിച്ചു. അപ്പൊ അയാളെന്താ അതിനോടങ്ങ് ഇഴുകി അങ്ങ് ചേർന്നു. ഒരു കുഞ്ഞിനെ പോലെ ലാളിക്കുകയും കുഞ്ഞിനെ പോലെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും അയാൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോയി. അയാൾ റിട്ടയർ ചെയ്തു, മജിസ്ട്രേറ്റ് കേട്ടോ. കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അവസാനം ഈ പട്ടി മരിച്ചു കഴിഞ്ഞപ്പം ഇയാള് ഒരു കുഞ്ഞ് എങ്ങനെ സ്വന്തം കുഞ്ഞ് മരിക്കുന്നുവോ അതുപോലെയുള്ള ദുഃഖമായിരുന്നു. ആ മനുഷ്യ മനസ്സിന്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞത്. എന്തായാലും വളരെ നന്നായിരിക്കുന്നു ഡോക്ടറെ. ഇത് നല്ല കാര്യമാണ്. എനിക്ക് അതിലുപരി ഞാൻ പറഞ്ഞില്ലേ, ഈ സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും തമാശ പറയാനും അത് ആസ്വദിക്കാനുമുള്ള കഴിവുണ്ടല്ലോ. കഴിവ് ഈശ്വരൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഈ തമാശ പറയുന്ന ആൾക്കാരും തമാശ ആസ്വദിക്കുന്ന ആൾക്കാരും കഠിന ഹൃദയന്മാരല്ല. അല്ലല്ല. അതായത് ഈ ആൾക്കാരുണ്ടെ പറഞ്ഞേക്കണം. മരണ വീട്ടിലെ ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണ വീട്ടില് ദുഃഖം തളം കെട്ടി നിൽക്കുമല്ലേ. എന്നാലും നമ്മുടെ പഴയ ചില ആൾക്കാരുണ്ടല്ലോ, അവിടെ വന്നിരുന്ന് ഈ മുറുക്കാനൊക്കെ എല്ലാം എടുത്ത് സിഗരറ്റും ഒക്കെ വലിച്ച് ആദ്യം മുറുക്കും, അത് കഴിഞ്ഞ് പിന്നെ സിഗരറ്റ് എടുക്കും. ഫ്രീ അല്ലേ അത് കാരണം അതെടുത്ത് വലിച്ച് അത് കഴിഞ്ഞിട്ട് ആ മരണമേ അങ്ങ് വിട്ടു തമാശ പറയും. ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാര് പൊട്ടി ചിരിക്കും. പഴയ കാലത്താണ് ഞാൻ ഈ പറഞ്ഞത്, പഴയകാലം. കാര്യം എനിക്കത് കേൾക്കാനും ഞാൻ ചെറുപ്പമായിരിക്കുമ്പോ തന്നെ അടുത്തു കൂടിയിരിക്കും ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്തുമാത്രം തമാശകളാ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഈ തമാശകളൊന്നും ആസ്വദിക്കാനുള്ള കഴിവില്ല ഡോക്ടർ. ഓക്കെ ഹരിഹരൻ സാറേ,
ശരി ആ, ശരി. ഞാൻ ഡോക്ടർക്ക് ഇനിയും അത്യുന്നതങ്ങളിലേക്ക് ഈ ഈ കഥകളുമായിട്ട് പറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു സർ, നിർത്തുന്നു. താങ്ക് യു സർ, ഓക്കെ, വളരെ താങ്ക് യു സർ. സന്തോഷം ഹരിഹരൻ ഡോക്ടറെ. എന്തായാലും ഡോക്ടറുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ എല്ലാ കഥകളിലും ഹോമിയോപ്പതിയുമായിട്ട് എന്താണ് കൂട്ടി ചേർക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തീർച്ചയായും അത് വളരെ നല്ല കാര്യമാണ്. എന്തായാലും ഹോമിയോപ്പതിയെ വിട്ടൊഴിക്കടിയില്ല മനോജ് ഡോക്ടർക്ക്. അതെ അതെ. ഓക്കെ, ഇനി വൈദ്യര് ഡോക്ടർ തൊപ്പിയൊക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലോ, വല്ലതും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടാവും. കാരണം വൈദ്യര് ഡോക്ടർ വൈദ്യുതി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. വൈദ്യര് ഡോക്ടർ വൈദ്യുതി അൺമ്യൂട്ട് ഇനി ചെയ്ത് സംസാരിക്കും. ഇനി പറയാതെ വയ്യ. ഹോമിയോപ്പതിയിലെ അങ്ങനെ മറ്റൊരു എഴുത്തുകാരൻ. അതെ അതെ, ഇനി പറയാതെ വയ്യ എന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ വൈദ്യരെ. നമസ്തേ സർ. വൈദ്യര് ഡോക്ടറെ പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ പന്നിയെ വെടിവെക്കാൻ തയ്യാറിരിക്കുക. അതാണ് തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നത്. അതെ അതെ. ശരി. പിന്നെ ഓണത്തിന് അങ്ങോട്ട് വരേണ്ടി വരുവോ? ഡോക്ടറുടെ പുസ്തകം ഇന്ന് തന്നെ വായിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ഇനി എത്ര ദിവസം കാത്തിരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു ബെസ്റ്റ് മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ഹോമിയോപ്പതിയിലെ ഒരു പുഴത്തിൽ കുഞ്ചത്ത് ആയി മാറും എന്നതിലും ഒരു സംശയവുമില്ല. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, ഡോക്ടറെ പന്നിയെ വെടിവെക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നടക്കട്ടെ. അടുത്തത് നമുക്ക് ജയലളിത ഡോക്ടറെ വിളിക്കാം. ജയലളിത ഡോക്ടറെ, എന്താണ് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ജയലളിത ഡോക്ടർക്ക് സംസാരിക്കാമോ? അൺമ്യൂട്ട് സംസാരിക്കും. ഇനിയില്ലേ? താങ്ക് യു ശൈല ഡോക്ടറെ. പക്ഷെ മനോജ് ഡോക്ടറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയാനുണ്ടോ? എന്ത് ഉഗ്രം ക്ലാസ് ആണ് അത്. എന്ത് പറഞ്ഞാലും ശരിയാണ്. പൂച്ച 4 കാല് വീഴുന്ന പറഞ്ഞ പോലെ ഹോമിയോപ്പതിയിൽ എത്തും അത്. അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം, മനോജ് ഡോക്ടർ, എനിക്ക് ഇവിടെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. ഡോക്ടർ എന്തിനാ ബുദ്ധിമുട്ട് വിചാരിക്കുന്നത്? ഡോക്ടർ പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയൊക്കെ ബുക്ക് ഉണ്ടെന്നുള്ളത്. ഈ ബോറിക്ക് മലയാളം എഴുതിയിട്ട് ഞാൻ കുറെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോഴത്തേനും അത് നിർത്തി, തീർന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഡോക്ടർ പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്ത് കാര്യം എടുത്താലും അതിൽ ഹോമിയോപ്പതിയെ കുറിച്ച് ഉണ്ടാവും. നല്ലൊരു അറിവ് തന്നതുമാണ്. ഒത്തിരി ഇഷ്ടവും ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നത്. ഹരിഹരൻ ഡോക്ടറിന്റെ കയ്യിലും അതേട്ടാ. ചില ഡോക്ടേഴ്സിന്റെ ഒക്കെ ക്ലാസ് കേൾക്കാനിരിക്കാൻ ഇങ്ങനെ നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ വീണ്ടും ഡോക്ടർ എഴുതുന്ന പുസ്തകങ്ങളായാലും ഇങ്ങനെ പറയണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. അതിൽ ഡോക്ടർ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. ഓക്കെ ഡോക്ടറെ, താങ്ക് യു സോ മച്ച്. ജയലളിത ഡോക്ടറെ, വളരെ സന്തോഷം. ഇനി എമർജൻസി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഡോക്ടറെ, ഈ ക്ലെപ്റ്റോമാനിയെ പറ്റി ഡോക്ടർ പറഞ്ഞില്ലേ? നമുക്ക് നമ്മളെ ഒരു പ്രസിഡന്റിന്റെ ഭാര്യ ഈ ക്ലെപ്റ്റോമാനിയ രോഗമുള്ളതായിരുന്നു. അറിയാമോ അത്? ആരാന്നറിയാമോ? വി വി ഗിരിയില്ലേ, നമ്മുടെ ഗവർണർ ആയിരുന്നു, പിന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. വി വി ഗിരിയുടെ വൈഫ് ഈ ഫോറിൻ ട്രിപ്പ് ഒക്കെ നടത്തുമ്പോഴ് അദ്ദേഹം ഫോറിൻ ട്രിപ്പ് നടത്തുമ്പം പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിരുന്നു. അതായത് അത് തന്നെ, നാണക്കേടല്ലേ? അവരെങ്ങനെയാണെങ്കിലും അവിടുന്ന് ഒരു സാധനം തപ്പും. ഒരു പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അവിടെ ചെന്ന് ഈ ഷോപ്പിങ്ങിനോ മറ്റോ പോകുമ്പം അവരൊരു സാധനം അതിന്ന് ഇസ്കി എടുത്ത് മാറ്റും. പിന്നെ ഡോക്ടർ പറഞ്ഞില്ലേ, ഈ പ്ലേറ്റ് എടുക്കുന്ന പറഞ്ഞില്ലേ, എന്റെ ഒരു അയൽവക്കക്കാരന്റെ ജോലി എന്താണെന്നറിയാമോ? ഇപ്പോഴല്ല, പണ്ട് ഈ ഗ്ലാസ് എടുത്തോണ്ട് വരിക. ഈ കുപ്പി ഗ്ലാസ് അന്ന് ചായക്കടയുണ്ട് പമ്പയിലേക്ക് ചായ കഴിക്കുക. ഈ ഗ്ലാസ് അയാളുടെ ഇരുമുടി കിട്ടിനകത്തിട്ടേ തിരിച്ചു വരുമ്പോ കൊറേ ഹരിഹരൻ ഡോക്ടറെ, മറ്റേത് അങ്ങനെ പേര് പറയാമായിരുന്നോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അതിന് വി വി ഗിരി ആയതുകൊണ്ടാണ്. നമ്മുടെ പ്രസിഡന്റ് പുറക്കാലൊക്കെ ആയല്ലോ, അതുകൊണ്ട് നമ്മളെ ശബരിമലയിൽ പോയ കേസൊക്കെ പറയാൻ കുഴപ്പമില്ല. മറ്റേത് ഇത് പ്രസിദ്ധമാ, ഞാനല്ല പറയുന്നത്, ഇത് പ്രസിദ്ധമാ. എന്നാലും അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. പേര് കട്ട് ചെയ്തു. അല്ല, ഇതിനകത്ത് പിന്നെ ഇങ്ങനെയുള്ള, എന്നിട്ട് അതിന്റെ ബാക്കിയൊരു കഥയുണ്ട് സാറേ. ഇതുപോലെ നെഹ്റു ഇത് കണ്ടുപിടിച്ചിട്ട്
ഞാനിപ്പോ ഒരു മാജിക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ ഫോർക്ക് നമ്മുടെ കൂടെ പോയ ഏതൊരു ചങ്ങായി അടിച്ചു മാറ്റിയത്രേ. ഈ ഇതില്ലേ ഭക്ഷണം കഴിക്കുന്ന ഫോർക്ക്. അപ്പൊ ഇദ്ദേഹം ഞാനൊരു മാജിക്ക് കാണിച്ചു, ഇയാൾ മറ്റു പോക്കറ്റിൽ ഇടുന്ന കണ്ടു. അപ്പൊ നെഹ്റു എന്ത് ചെയ്തു, വേറൊരു ഫോർക്ക് എടുത്തിട്ട് ഇതുകൊണ്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്ന് ഈ ഫോർക്ക് എടുത്തിട്ട് അവരുടെ അടുക്കളയിലോട്ട് ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് ഇതാ കയ്യിൽ നിന്ന് പുറത്തിരുന്നോ അപ്പോൾ കൈപിടി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് വഴിക്ക് പിടിക്കൂലേ എന്ന്. അല്ല, ഈ ക്ലെപ്റ്റോമാനിയ എനിക്കൊരു നല്ലൊരു കേസ്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞ് വേഗം തീർക്കാം. ആ ക്ലെപ്റ്റോമാനിയ എങ്ങനെയാണ് ഒരു കുട്ടീനെ കൊണ്ടുവന്ന് വെച്ചാല്, ആ കുട്ടി 4ാം ക്ലാസ്സോ അത്ര കണ്ട പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടി, അന്നത്തെ വലിയ സൈക്കിൾ എന്ന് പറയും, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അര സൈക്കിൾ, മുക്കാൽ സൈക്കിൾ, ഇങ്ങനെ വലിയ സൈക്കിൾ ഉണ്ട്. അപ്പൊ ഈ വലിയ സൈക്കിള് ഒരു സ്കൂളിൽ ഒരു സ്ഥലത്ത് നിന്ന് ഈ കുട്ടി മോഷ്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 8 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് ഈ കുട്ടി മോഷ്ടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവന് സൈക്കിൾ പിടിക്കാൻ എത്തൂല, ഇങ്ങനെ പിടിക്കണം. ഇതിന്റെ ഈ 8 കിലോമീറ്റർ ഈ ചെക്കന് ഈ സൈക്കിള് ഇതേ പിടിച്ചിട്ട് കൊണ്ടുവന്നേ. അപ്പോഴാണ് തന്ത തന്നെ സ്കൂളിൽ നിന്ന് കുറെ അടിയും ബഹളമൊക്കെ കണ്ടി ഈ കൊച്ചി ഇങ്ങനെ ഒരു സൈക്കിളും പിടിച്ചോണ്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് ആൾക്കാർ പഠിക്കൂലേ. അപ്പൊ ഈ സൈക്കിൾ പോയ ആൾക്കാർ കണ്ടുപിടിച്ചു. എന്നിട്ട് സ്കൂളിൽ വന്നു. അപ്പൊ അങ്ങനെയാണ് മനോഹരമൊക്കെ എടുത്തുനിന്ന് വരും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, എടുത്ത ഈ കാണാൻ പറ്റാത്ത സാധനം മാറ്റില്ല, ഇത്രയും വലിയ സാധനം വരെ എടുത്തു വരുന്ന കള്ളത്തരമുള്ള ഞാൻ എന്തിനാണ് അത്? ഞാൻ വെച്ച് പപ്പ മേടിച്ചു തരില്ലാത്തോണ്ടൊന്നല്ല, പപ്പ മേടിച്ചു തരില്ലാത്തോണ്ടൊന്നല്ല, മേടിച്ചു കൊടുക്കും. ഇവരുടെ ഇഷ്ടമുള്ള ഇവരും കൊണ്ടുവന്നു. അല്ല, ഇത് മോഷ്ടിക്കുന്നത് അവർക്ക് ഇത് വേണ്ടിയിട്ടല്ല. That is a disease. വേണ്ടിയിട്ടല്ല. ഓക്കെ, എനിക്ക് പേരെ അറിയില്ലായിരുന്നു. അങ്ങനെയാണ് ആബ്സിന്തി ഒക്കെ പഠിച്ചത്. ഓക്കെ ഓക്കെ മനോജ് ഡോക്ടറെ. ഓക്കെ ഹരിഹരൻ സാറ്, നമുക്കിനി വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം 2 മിനിറ്റ് അധികമായി. മറിയാമ്മ ഡോക്ടറെ, മനോജ് ഡോക്ടർക്ക് നന്ദി പറയാൻ മറിയാമ്മ ഡോക്ടർ ഉണ്ടോ? എനിക്ക് നല്ല രസകരമായിട്ട് വേറെ ഒന്നും പറയാനുണ്ടായിരുന്നു, പക്ഷെ സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ചിരിച്ച് മണ്ണ് കപ്പും. സാറിന്റെ ക്ലാസ്സിൽ പറയാം, അല്ലെങ്കിൽ മനോജ് ഡോക്ടർ അടുത്ത ക്ലാസ്സിൽ പറയും. എന്തായാലും മനോജ് ഡോക്ടറോട് ഒരു ചോദ്യം ചോദിക്കാൻ എനിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക്, അതായത് മുഖം എന്തുകൊണ്ടാണ് ഇതിനകത്ത് വെച്ചത്? ഇത്രയും കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മുഖം വെച്ചതെന്നാണ് അറിയേണ്ടത്. എന്റെ മുഖത്തിന് അങ്ങനെ ഒരു ദുരൂഹത ഉണ്ടെന്ന് കരുതിയാൽ മതി മേഡം. നല്ല പ്രായവും പക്വതയും തികഞ്ഞ ഒരു ആത്മീയ ഗുരു. അതാണ് അല്ലല്ല, ആ മുഖത്തിന്റെ ഞാൻ പറയുവാണെങ്കിൽ ഡോക്ടർ ദേഷ്യപ്പെടരുത്. ഞാൻ പറയട്ടെ, യു ഹാവ് 2 ഫേസ്. ആയിരിക്കും ഇരുമുഖനാണ് സാറ് പറഞ്ഞ രീതിയിൽ. തെളിച്ചുള്ളൊരു മുഖവും ഒരു അന്തർമുഖത്വവും ബഹുമുഖത്വവും എല്ലാം ഉണ്ട്. ഡോക്ടറാണ് നേരത്തെ പറഞ്ഞത്, ഈ തമാശ പറയുകയും തമാശ എഴുതിയൊക്കെ ചെയ്യുന്നവര് എപ്പോഴും ശുദ്ധ മനസ്ഥിതികാരാണ്. പറയാമോ ഡോക്ടറെ? ഡോക്ടറുടെ ഒരു ബുക്കുണ്ട്, അടുത്ത ഇതും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഓ, അതുകൊണ്ട് അന്ന് മേടിച്ചതല്ലേ? താങ്ക് യു. കുട്ടികൾക്ക് വേണ്ടി നല്ല ചെമ്പകത്താര അങ്ങനെ ഒരു പുസ്തകം. മറിയാമ്മ ഡോക്ടറെ നന്ദി പറഞ്ഞു. അല്ല, ഇപ്പൊ ഞാൻ സ്റ്റില്ലായിരിക്കുകയാണ്. കേക്കാവോ? കേക്കാം. ഞാൻ വേഗം പറയാം, ഔട്ടാവുന്നതിന് മുമ്പ്. എന്തായാലും എളുപ്പം പറഞ്ഞു. എഴുത്തുകാര് കള്ളം എഴുതിയാണ് നമ്മളെ കഥകളും ഒക്കെ നമുക്ക് തരുന്നതെന്നും അതിലൂടെ അവർ അവാർഡ് വാങ്ങിക്കുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ വളരെ തമാശയോടെ പറഞ്ഞ് ഡോക്ടറുടെ ഈ ഒരു ബുക്കിനെ പരിചയപ്പെടുത്തിയതിന് ഡോക്ടർക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത പുസ്തകമായിട്ട് വരണമെന്നും അത് വീണ്ടും ക്ലാസ്സുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു മാഡം. ഓക്കെ, മറിയാമ്മ ഡോക്ടറെ, മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
എന്തായാലും നമുക്ക് എന്താണ് എന്നും മസിൽ പിടിച്ചിരുന്ന ഈ ക്ലാസ്സിലെ പോയിന്റുകൾ മാത്രം കേൾക്കാതെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഇട നൽകിയ ഒരു ക്ലാസ് ആയിരുന്നു മനോജ് ഡോക്ടറുടെ ഇന്നത്തെ ക്ലാസ്. എന്തായാലും മനോജ് ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ മലയാളം വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.